നമസ്കാരം. മുനമ്പം ഭൂമി തർക്കം നമ്മുടെ നാട്ടിൽ സാമൂഹികവും സാമുദായികവും രാഷ്ട്രീയവുമായ ഒരു സംവാദ വിഷയമാണ്. ഭൂമിയിന്മേലുള്ള ഉടമസ്ഥാവകാശം ഉറപ്പിക്കാൻ സമരപാതയിലുള്ള മുനമ്പം നിവാസികൾക്ക് പരിഹാരം കണ്ടെത്തുന്നവരാണ് മിത്രങ്ങൾ. ഉടൻ പരിഹാരം എന്ന സംസ്ഥാന സർക്കാർ നൽകിയ ഉറപ്പ് ഒരു ഭാഗത്തും, വഖഫ് നിയമ ഭേദഗതിയിലൂടെ പരിഹാരം എന്ന കേന്ദ്ര വാഗ്ദാനം മറുഭാഗത്തുമായി മുനമ്പത്തുകാരുടെ മുന്നിലുണ്ട്. അവരിലേക്കാണ് കേന്ദ്ര ബില്ലിനെ കേരളത്തിലെ എംപിമാർ പിന്തുണയ്ക്കണം എന്ന കത്തോലിക്ക സഭയുടെ അഭ്യർത്ഥന വരുന്നത്. കേരളത്തിന്റെ സാമുദായിക കെട്ടുറപ്പിനെ പരിക്കേൽപ്പിച്ചേക്കാവുന്ന വഖഫ് പോലൊരു സെൻസിറ്റീവ് വിഷയത്തിൽ സഭ സ്വീകരിച്ചിരിക്കുന്ന സമീപനം ആരുടെ നന്മയ്ക്കാണ്? എൻകൗണ്ടർ പ്രൈം പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മളോടൊപ്പം ഇന്ന് എൻകൗണ്ടർ പ്രൈമിൽ അതിഥികളായി എത്തുന്നു കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ KRLCCയുടെ വക്താവ് ഫാദർ ജോസഫ് ജൂഡ്, ഡോക്ടർ ഫസൽ ഗഫൂർ MES പ്രസിഡന്റ് കോഴിക്കോട്ട് നിന്ന്, ശ്രീ ജോസഫ് ബെന്നി മുനമ്പം സമരസമിതിയുടെ പ്രതിനിധി, BJPയുടെ പ്രതിനിധിയായി അഡ്വക്കേറ്റ് S ജയസൂര്യൻ എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ളത്. ശ്രീ ജോസഫ് ജൂഡ്, KCBCയുടെ ഒരു വാർത്താക്കുറിപ്പ് ഇന്നലെ പുറത്തു വന്നിരുന്നു. ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത്, മുനമ്പം വിഷയത്തിൻ്റെ കാര്യത്തിൽ ഈ വഖഫ് നിയമ ഭേദഗതിയുമായി വരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ആ ബില്ലിനെ പിന്തുണയ്ക്കാൻ കേരളത്തിലെ MPമാർ തയ്യാറാകണമെന്നാണ്. താങ്കൾക്കറിയാം, വഖഫ് പ്രശ്നവും അതുപോലെ തന്നെ മുനമ്പത്തെ ഭൂമി തർക്കവും പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന അവകാശവാദമാണ് സർക്കാരിനുള്ളത്. സർക്കാർ പറയുന്നത് എത്രയും വേഗം ഈ പ്രശ്നം പരിഹരിക്കും എന്ന് സമരസമിതി നേതാക്കളെ കണ്ട് ഉറപ്പ് നൽകിയതുമാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് KCBC ഈ നിയമ ഭേദഗതി ബില്ലിന് പിന്തുണയ്ക്കണം എന്നൊരു ആഹ്വാനം നടത്തുന്നത്? സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമങ്ങളിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ? സംസ്ഥാന സർക്കാരിൻ്റെ നടപടികളിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല. വാസ്തവത്തിൽ ഇത് ഈ മുനമ്പം പോലുള്ള പ്രശ്നങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വഖഫ് നിയമത്തിലെ, ഇപ്പോൾ നിലവിലുള്ള വഖഫ് നിയമത്തിലെ ചില ഭേദഗതികൾ, ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യണം എന്നത് വാസ്തവത്തിൽ പരോക്ഷമായി കോടതി പോലും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ വിധിയിലും ആ കോടതി അത് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അത്തരത്തിലൊരു കേന്ദ്ര സർക്കാർ 1995 വഖഫ് നിയമം അത് ഭേദഗതി ചെയ്യാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ, അത് അടുത്ത പാർലമെൻറ്റ് സമ്മേളനത്തിൽ അത് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ, സ്വാഭാവികമായും അത്തരത്തിലൊരു അഭ്യർത്ഥന കത്തോലിക്ക സഭ മുന്നോട്ട് വയ്ക്കുകയാണ്. അത് മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്നെ ആ പ്രസ്താവനയിൽ തന്നെ, അല്ലെങ്കിൽ ആ പത്രക്കുറിപ്പിൽ തന്നെ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്, ആ ഭേദഗതി നിയമ ഭേദഗതിയെ മുഴുവനും അംഗീകരിച്ചുകൊണ്ടല്ല സഭ ആ പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത്. കാരണം ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ നിരാകരിക്കുന്ന, അല്ലെങ്കിൽ അന്യായമായ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുന്നതിന് ജനപ്രതിനിധികൾ പിന്തുണക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് കത്തോലിക്ക സഭ അതിക്ക് വേണ്ടി അഭിയൂന്യ പിതാക്കന്മാർ മുന്നോട്ട് വച്ചിട്ടുള്ളത്. അല്ലല്ല ശ്രീ ജോസഫ് ജൂഡ്, അവിടെ എനിക്കൊരു വ്യക്തത വേണ്ടത്, ഈ വഖഫ് നിയമ ഭേദഗതി ബിൽ കൊണ്ടുവരുമ്പോൾ കേന്ദ്ര സർക്കാരും ഇവിടെ BJPയും അവകാശപ്പെടുന്നത് വഖഫുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന എല്ലാ തർക്കങ്ങളുടെയും കാതലായിട്ടുള്ള ഭാഗം അതോടുകൂടി പരിഹരിക്കപ്പെടുമെന്നാണ്. എന്ന് പറഞ്ഞാൽ വഖഫ് ഭൂമി എന്ന അവകാശവാദം ഉന്നയിക്കുന്ന കാര്യം അടക്കമുള്ള കാര്യത്തിൽ വഖഫ് ബോർഡിൻ്റെ, ട്രൈബ്യൂണലിൻ്റെ അവകാശ അധികാരങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഭേദഗതികൾ വരുത്തിക്കൊണ്ടുള്ള ഒരു നിയമ ഭേദഗതിയാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ആ ബില്ലിനെ പൂർണ്ണമായും അംഗീകരിക്കണം എന്നല്ലേ MPമാരോട് കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ അഭ്യർത്ഥിച്ചിരിക്കുന്നത്? അപ്പോൾ BJPയെ വിശ്വസിക്കുകയും കേന്ദ്ര സർക്കാരിൻ്റെ സമീപനമാണ് ഇക്കാര്യത്തിൽ ശരി എന്നുമാണല്ലോ നിങ്ങൾ ഈ ആഹ്വാനത്തിലൂടെ നൽകുന്ന സന്ദേശം. അങ്ങനെയല്ലേ ചെയ്തിരിക്കുന്നത്? അതല്ലല്ലോ, ആ പ്രസ്താവന വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് വാസ്തവത്തിൽ ഈ ഭേദഗതികളെ മുഴുവനും പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയല്ല, മറിച്ച് ഈ മുനമ്പം ജനതയുടെ, മുനമ്പത്ത് പ്രയാസം അനുഭവിക്കുന്ന, പ്രക്ഷോഭത്തിലായിരിക്കുന്ന ജനത നേരിടുന്ന പ്രശ്നങ്ങളെ മറികടക്കാൻ അല്ലെങ്കിൽ തടസ്സമായി നിൽക്കുന്ന വ്യവസ്ഥകൾ അത് ഭേദഗതി ചെയ്യുമ്പോൾ ആ ഭേദഗതിയെ പിന്തുണയ്ക്കണമെന്നതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം സെക്ഷൻ 40 എന്ന് പറയുമ്പോഴേക്കും ഒരു സ്വത്ത്, ആ ഭേദഗതി എന്ന് പറഞ്ഞാൽ ആ നിയമ ഭേദഗതി ബില്ലാണല്ലോ വരാനിരിക്കുന്നത്. പിന്നെ അതല്ല, ഈ ഭേദഗതി എന്ന് പറയുന്നത് ഒരു ഭേദഗതിയല്ലല്ലോ, ധാരാളം ഭേദഗതികളുണ്ട്.
ആ ഭേദഗതികൾ ഓരോന്നായിട്ടാണ് വാസ്തവത്തിൽ ഒരുമിച്ചല്ലല്ലോ പാസ്സാക്കുന്നത്. ഓരോ ക്ലോസും എടുത്ത് പരിശോധിച്ചിട്ടാണ് ആ ഭേദഗതി പാർലമെൻറ്റിൽ പാസ്സാക്കാൻ സാധ്യത. അങ്ങനെ വരുമ്പോഴേക്കും ചില ഭേദഗതികൾ, ഉദാഹരണത്തിന് ഈ വഖഫ് സ്വത്തുക്കളുടെ പരിപാലനം, നിയന്ത്രണം, അവ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങൾ, ആ സിസ്റ്റം, അതിൽ വരുന്ന ഭേദഗതികളെ പൂർണ്ണമായിട്ടും കത്തോലിക്ക സഭ അംഗീകരിക്കുന്നില്ല. ആ രീതിയിൽ ക്ലോസ് ബൈ ക്ലോസ് തിരിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ മിനിമം പ്രശ്നം പരിഹരിക്കാൻ സാധ്യതയുള്ള ക്ലോസുകളെ പിന്തുണയ്ക്കണം എന്നതാണ് സഭയുടെ നിലപാട്. അതായത് കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന നിയമ ഭേദഗതിയിലെ അപകടകരമായ വ്യവസ്ഥ എന്ന് പറയുന്നത് വഖഫ് സ്വത്തുക്കളുടെ വെരിഫിക്കേഷൻ, അപ്രൂവൽ അധികാരം മൊത്തമായി വഖഫ് ബോർഡിൽ നിന്ന് മാറ്റി ജില്ലാ കളക്ടർക്ക് നൽകുക എന്നതാണ് ഈ പുതിയ നിയമ ഭേദഗതിയിൽ ഏറ്റവും അപകടകരമായ വ്യവസ്ഥയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതിനെ കത്തോലിക്ക സഭ അംഗീകരിക്കുന്നുണ്ടോ? അല്ല, ഇതിലെ നമുക്കറിയില്ല. നമ്മുടെ മുൻപിൽ വന്നിട്ടുള്ള വാസ്തവത്തിൽ ഭേദഗതികളെ പറ്റി നമുക്കിപ്പോൾ നിശ്ചയമില്ല. കാരണം ആദ്യത്തെ ഭേദഗതി ഡ്രാഫ്റ്റ് വന്നു, അത് JPC-യിലേക്ക് വിട്ടു, JPC ശുപാർശകൾ നൽകിയിരിക്കുന്നു. ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ബില്ല് ഇനി പാർലമെൻറ്റിൽ വയ്ക്കണം. ആ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുമ്പോഴേ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് നമുക്ക് കൃത്യമായി ഞാൻ ചോദിക്കുന്നത്, അതിന് മുൻപേ എന്തുകൊണ്ടാണ് KCBC ഈ കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കി? ഇപ്പോൾ ഇന്നലെ കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്, വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ ഭരണഘടനാനുസൃതമല്ലാത്തതും അന്യായവുമായ വകുപ്പുകൾ ഭേദഗതി ചെയ്യുന്നതിന് അനുകൂലമായി ജനപ്രതിനിധികൾ വോട്ട് ചെയ്യണം എന്ന് KCBC-ക്ക് വേണ്ടി പ്രസിഡന്റ് കർദിനാൾ ക്ലീമിസ് കാത്തോലിക്ക ബാവ ആവശ്യപ്പെട്ടു. മുനമ്പത്തെ ജനങ്ങൾ നിയമാനുസൃതമായി കൈവശം വെച്ച് അനുഭവിച്ചു വന്ന ഭൂമിയിന്മേലുള്ള റവന്യൂ അവകാശങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കാത്ത വണ്ണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന അന്യായമായ അവകാശങ്ങളെ സാധൂകരിക്കുന്ന വകുപ്പുകൾ ഭേദഗതി ചെയ്യപ്പെടുക തന്നെ വേണം എന്ന് പറഞ്ഞാൽ, ഈ വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോൾ ആ നിയമ ഭേദഗതിയിലൂടെ മുനമ്പത്തെ ഭൂമി തർക്കം അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന കേന്ദ്ര സർക്കാരിന്റെ വാദത്തെ, BJP-യുടെ വാദത്തെ അംഗീകരിക്കുകയല്ലേ KCBC ചെയ്തത് എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, അതായത് ബില്ലിൽ ഭേദഗതി അവതരിപ്പിക്കുമ്പോൾ ആ ഭേദഗതി കൊണ്ട് മുനമ്പം പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുവെങ്കിൽ അത് നമുക്ക് സ്വീകരിക്കേണ്ടി വരും. പ്രത്യേകിച്ച് നമുക്ക് അവിടെ ശ്രീ ജോസഫ് ജോർജ്, ഞാൻ ചോദിക്കുന്നത്, സംസ്ഥാന സർക്കാർ പറയുന്നു ഈ ഭേദഗതി കൊണ്ടുവരുമ്പോൾ, ഞാൻ സംസ്ഥാന സർക്കാർ എന്ന് പറഞ്ഞാൽ CPIM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ ഇടതുമുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികളെ കൂടിയാണ് പറയുന്നത്, താങ്കൾക്ക് മനസ്സിലാകുമല്ലോ അതിന്റെ പൊളിറ്റിക്സ്. അതായത് സംസ്ഥാന സർക്കാർ പറയുന്നത് ഈ ഭേദഗതിയാണ് കൊണ്ടുവരുന്നതെങ്കിൽ അത് ഒരു വിഭാഗത്തിന്റെ അവകാശങ്ങളെ ധ്വംസിക്കുന്ന, ഭരണഘടനാ അവകാശങ്ങളെ ഇല്ലാതാക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ ഭേദഗതിയാണ് കൊണ്ടുവരുന്നത്. അത് വലിയ രീതിയിലുള്ള വർഗീയവൽക്കരണത്തിന്, ധ്രുവീകരണത്തിന് കാരണമാകും എന്നാണ് അവരുടെ രാഷ്ട്രീയമായ വാദം. അങ്ങനെ അതൊരു രാഷ്ട്രീയ വിഷയമായി നിൽക്കുമ്പോഴാണ് കേരളത്തിൽ കത്തോലിക്ക സഭ പറയുന്നത് കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്ന അതേ വാദത്തെ അംഗീകരിക്കുന്ന തരത്തിൽ ഇതിലെ നിയമ ഭേദഗതികളെ അനുകൂലമായി കേരളത്തിലെ MP-മാർ വോട്ട് ചെയ്യണമെന്ന്. എന്ന് പറഞ്ഞാൽ ഇതൊരു രാഷ്ട്രീയ വിഷയമായി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുകയാണെങ്കിൽ ഇടതുമുന്നണി അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഇടതുപക്ഷ പാർട്ടികളോ ഉന്നയിക്കുന്ന വാദത്തെ ലംഘിച്ചുകൊണ്ട് BJP ഉന്നയിക്കുന്ന രാഷ്ട്രീയ വാദത്തിനോട് ചേർന്ന് നിൽക്കുകയാണ് സഭ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടോ? തീർച്ചയായിട്ടും അതല്ല, ഒരിക്കലുമല്ല. കേന്ദ്രം ഭരിക്കുന്ന ഒരു സർക്കാർ അതിനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ സംവിധാനത്തെ നിലപാടുകളെ കത്തോലിക്ക സഭ പിന്തുണയ്ക്കുകയല്ല. മറിച്ച് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഒരു നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോൾ ആ നിയമ ഭേദഗതിയെ ഓരോ ക്ലോസും പരിശോധിച്ചിട്ട് മുനമ്പം പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അതിൽ വ്യവസ്ഥകളുണ്ടെങ്കിൽ ആ വ്യവസ്ഥകളെ തീർച്ചയായിട്ടും പരിഗണിക്കണം. ഇപ്പോൾ നമ്മുടെ മുൻപിൽ നേരത്തെ സൂചിപ്പിക്കുന്ന കരട് നിയമം പാർലമെൻറ്റിലെ ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും പല ക്ലോസുകളും നമ്മൾ കണ്ടു. പക്ഷെ ആ ക്ലോസുകൾ ഇപ്പോൾ സെക്ഷൻ 40 തന്നെ, സെക്ഷൻ 40 റിപ്പീൽ ചെയ്യുന്നത് കൊണ്ട്, പിൻവലിക്കുന്നത് കൊണ്ട് മുൻപം പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്ന് ചോദിച്ചാൽ അതിന് മുൻകാല പ്രാബല്യമില്ലെങ്കിൽ അത് നമുക്ക് സഹായകരമായി തീരില്ല. അപ്പം നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ മുനമ്പം പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിയമ ഭേദഗതികൾ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ആ ഭേദഗതികൾ പിന്തുണയ്ക്കണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. അതായത് ഈ നിയമം കൊണ്ടുവരുമ്പോൾ ശ്രീ ജോസഫ് ജോർജ്, ഞാൻ താങ്കളുടെ ഭാഗത്ത് നിന്ന് ഒരു വ്യക്തത കിട്ടാൻ വേണ്ടിയാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്, താങ്കൾക്ക് അതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടരുത്. ഞാൻ ചോദിക്കുന്നത്, ഈ പുതിയ നിയമം കൊണ്ടുവരുമ്പോൾ വഖഫ് ബോർഡുകളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആരോപണങ്ങൾ അവസാനിപ്പിക്കാനും ഈ പുതിയ നിയമം കൊണ്ട് കഴിയും എന്ന വാദം കേന്ദ്ര സർക്കാരിനുണ്ട്, BJP-ക്കുമുണ്ട്. അത് KCBC അംഗീകരിക്കുന്നുണ്ടോ? കേന്ദ്ര ഗവൺമെൻറ് അത്തരത്തിലെ വാഗ്ദാനം ചെയ്യുമ്പോൾ നിയമത്തിൻ്റെ വശങ്ങൾ, നിയമത്തിൻ്റെ വ്യവസ്ഥകൾ നമുക്ക് അറിയാതിരിക്കുന്നിടത്തോളം കാലം നമുക്കതിനെ തൽക്കാലം വിശ്വസിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് സാധ്യമായ വഴികൾ ഇതിനകത്തുണ്ട് എന്ന് പറയുമ്പോൾ പോലും അതിനെ സ്വീകരിക്കുകയും മറിച്ച്
ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ, ഒരു മതവിഭാഗത്തിൻ്റെ അവകാശങ്ങളെ ഹനിക്കുന്ന നടപടികളെ നമ്മൾ സ്വാഗതം ചെയ്യുന്നുമില്ല. ആ രീതിയിലുള്ള ഒരു നിലപാടാണ് സഭ സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് യുക്തമായ ഭേദഗതികൾ ഉണ്ട് എന്ന് അവകാശപ്പെടുമ്പോൾ തൽക്കാലം നമുക്കതിനെ വിശ്വസിക്കാതിരിക്കാൻ മറ്റൊരു കാരണവും നമുക്ക് കാണുന്നില്ല. ശരി, ഞാൻ വരാം. ശ്രീ ജോസഫ് ബെന്നി, ഈ ഫറൂഖ് കോളേജിന്റെ ഭൂമി വഖഫ് ബോർഡ് ഏറ്റെടുത്തതിനെതിരെ കോളേജ് സമർപ്പിച്ച ഹർജികളിൽ കക്ഷി ചേരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയിരിക്കുന്ന ഹർജി, ഇപ്പോൾ നിങ്ങൾ നൽകിയിരിക്കുന്ന ഹർജി, അത് എനിക്ക് തോന്നുന്നു ഏപ്രിൽ 3-ാം തീയതി കോടതി പരിഗണിക്കാനിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനിടെയാണ് കത്തോലിക്ക സഭ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന നിയമ ഭേദഗതിയെ അംഗീകരിക്കുന്ന തരത്തിൽ അതിന് വോട്ട് ചെയ്യാൻ MP-മാർ തയ്യാറാകണമെന്ന്. ഇതിനെ മുനമ്പം സമരസമിതി സ്വാഗതം ചെയ്യുന്നുണ്ടോ? അതിനോടൊപ്പം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സമരസമിതിയെ കണ്ടപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് മുനമ്പം പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാം എന്ന ഒരു ഉറപ്പ് അദ്ദേഹം ഈ സമരസമിതിക്ക് മുൻപ് നൽകിയിരുന്നു. അതിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലേ ഇപ്പോൾ? ശ്രീ ജോസഫ് ബെന്നി. ഞാൻ ഇതിനു മുൻപ് പറഞ്ഞത് എനിക്ക് കേൾക്കാൻ സാധിച്ചിരുന്നില്ല. ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഞാൻ ആവർത്തിക്കാം, എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ ആവർത്തിക്കാം. അതായത് രണ്ട് കാര്യങ്ങളാണ്. ഞാൻ താങ്കളോട് ആ ചോദ്യം ആവർത്തിക്കാം. ഫറൂഖ് കോളേജിന്റെ ഭൂമി വഖഫ് ബോർഡ് ഏറ്റെടുത്തതിനെതിരെ കോളേജ് സമർപ്പിച്ച ഹർജികളിൽ കക്ഷി ചേരണമെന്ന് ആവശ്യപ്പെട്ട് മുനമ്പം സമരസമിതി നൽകിയ ഹർജിയുണ്ടല്ലോ, അത് കോടതി ഈ മാസം 3-ാം തീയതി ഏപ്രിൽ 3-ാം തീയതി പരിഗണിക്കാൻ ഇരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ കേരള മുഖ്യമന്ത്രി സമരസമിതിക്ക് നൽകിയ ഒരു ഉറപ്പാണ് ഈ പ്രശ്നം ശാശ്വതമായി സംസ്ഥാന സർക്കാർ പരിഹരിക്കുമെന്ന്. ആ വാക്കിൽ നിങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ നിയമ ഭേദഗതിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ MP-മാരോട് ആഹ്വാനം ചെയ്യുന്ന KCBCയുടെ തീരുമാനത്തെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു? ഞങ്ങൾക്ക് ആദ്യമേ പറഞ്ഞു, ഇവിടെ സമരവുമായി മുന്നോട്ട് പോകുന്ന അവസരത്തിൽ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനെ ശക്തമായി എതിർത്തതാണ്. കാരണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വഖഫ് നിയമത്തിന് കാലാനുസൃതമായ ഒരു മാറ്റം ആവശ്യമാണ്. ആ മാറ്റത്തിലൂടെ ഒരു ശാശ്വതമായ പരിഹാരം ലഭിക്കുമെന്നാണ് ഞങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ ഞങ്ങൾ നൂറ്റാണ്ടുകളായി താമസിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി 1953 മുതലേ കേസുകൾ നടത്തി 34 വർഷം കഴിഞ്ഞപ്പോൾ 1988 ഫറൂഖ് കോടതിയുടെ ഉത്തരവ് പ്രകാരം അനുവാദത്തോടു കൂടി ഞങ്ങൾ വാങ്ങിച്ച ഭൂമിയുടെ കരമടവ് 33 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ഇത് ഞങ്ങളുടെ ഭൂമിയല്ല എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾക്കുണ്ടായത്. അതുകൊണ്ട് ആ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് അടിയന്തരമായി തരണമെന്നും പറഞ്ഞ് ഞങ്ങൾ നടത്തിയപ്പോൾ ഒരു കമ്മീഷന്റെ ആവശ്യത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരം ലഭിക്കൂ എന്ന് വിളിച്ചു ചേർത്ത രണ്ടാമത്തെ ദിവസത്തിൽ ചേർത്ത മീറ്റിംഗിൽ വെച്ചാണ് ഞങ്ങൾ അതിന് സമ്മതിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഭൂരിപക്ഷം വരുന്ന ആളുകളും അതിനോട് എതിർപ്പായിരുന്നു. ജുഡീഷ്യൽ കമ്മീഷൻ വന്ന് വളരെയധികം കാലതാമസം എടുക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് മുൻ അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അതിനെ എതിർത്തു. ഇപ്പോൾ 3 മാസം കഴിഞ്ഞപ്പോൾ കോടതിയിൽ കേസായി, ഡിവിഷൻ ബെഞ്ചിൽ കേസായി. ഇനി ആ കേസുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. ആ അവസരത്തിലാണ് ഞങ്ങൾ വഖഫ് നിയമത്തിന് ഭേദഗതി വരുത്തുന്നതിലൂടെ ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന ഒരു ചിന്താഗതിയുമായി ഞങ്ങൾ നിലവിലുള്ളത്. കാരണം ഈ പാർലമെന്റിൽ കൊണ്ടുവന്ന ഈ നിയമം ആദ്യ സെക്ഷനിൽ ബിൽ വന്നപ്പോൾ ഉണ്ടാകാതിരുന്നതും, എന്നാൽ JPC രണ്ടാമത് പുനർക്രമീകരിച്ച് കൊണ്ടുവന്ന ആ ബില്ലിൽ ഉള്ളതുമായ ഒരു സെക്ഷനാണ് ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളത്. അതായത് മഹാരാഷ്ട്രയിലെ ബോറ വിഭാഗവും അനഘാനി വിഭാഗവും, ഈ 2 വിഭാഗങ്ങൾക്ക് സൊസൈറ്റി ആക്ടും പ്രകാരം രജിസ്റ്റർ ചെയ്ത് അവർക്ക് കിട്ടുന്ന സമർപ്പണങ്ങളെല്ലാം ആ ട്രസ്റ്റിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ ആ ട്രസ്റ്റ് തീർച്ചയായിട്ടും വഖഫ് ബോർഡിന്റെ കൺട്രോളിൽ വരുന്നതല്ല. അതുകൊണ്ട് അവർക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ സമർപ്പണങ്ങളും അവർക്ക് ശാശ്വതമായി അവരുടെ ഭരണ സംവിധാനത്തിന് യോജിച്ച രീതിയിലുള്ളതാണെന്നാണ് അവർക്ക് കൊടുത്തത്. അതുകൊണ്ട് അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത ഒരു ക്ലോസുകളാണ് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 1860 സൊസൈറ്റി ആക്ടും പ്രകാരം
രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫറൂഖ് കോളേജിനാണ് ഈ ഭൂമി സിദ്ദിഖ് സേട്ടു കൊടുക്കുന്നത്. അതുകൊണ്ട് മുൻകാല പ്രാബല്യത്തോടുകൂടി ഏത് ട്രസ്റ്റുകൾക്ക് സമർപ്പണങ്ങൾ കിട്ടിയാലും ജീവകാരുണ്യപരവും മതപരവും വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്ക് കിട്ടിയാൽ ആ സമർപ്പണങ്ങളെല്ലാം ആ ട്രസ്റ്റിനായിരിക്കും പൂർണ്ണാധികാരം. അത് വഖഫ് ആണെങ്കിൽ പോലും മുൻകാല പ്രാബല്യത്തോടുകൂടി അതിന് അനുമതി ലഭിക്കുന്നു എന്നുള്ള ഒരു ക്ലോസ് 144 പേജിൽ ഉണ്ട്. അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ ബില്ല് നിയമമാകുമ്പോൾ മുനമ്പത്തെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടും എന്നാണ് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇവിടത്തെ 19 MP ലോക്സഭയിൽ പ്രതിപക്ഷത്തുണ്ട്. ഈ ഞാൻ പറയുന്നത് JPCയിൽ രണ്ടാമത് വന്ന സെക്ഷനിൽ അനഘക്കും ബോറക്കും കൊടുത്തെങ്കിൽ ഈ 610 കുടുംബങ്ങളുടെ പ്രശ്നം ഞങ്ങൾ മുഖ്യധാരയിൽ എത്തിച്ചതിന് ശേഷം ഒരു വാക്ക് പോലും ഈ 19 MP പ്രതിപക്ഷത്തുള്ള 19 MP ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. ഇവിടെ ഇങ്ങനത്തെ ഒരു ദുരിതത്തിൽ അനുഭവിക്കുന്ന 1995 നിയമമാണ് അതിന്റെ കാരണം. ആ നിയമത്തില് ദുരിതമനുഭവിക്കുന്ന ജനവിഭാഗം ഇവിടെയുണ്ട്. ഒരു സംസ്കാരത്തെ ഇല്ലാതാക്കുന്ന ഒരു നിയമമാണ്. അതുകൊണ്ട് അവ ജനത്തെ രക്ഷിക്കാൻ ബോറക്കും അനഘാനിക്കും കൊടുത്തതുപോലെ മുനമ്പം ജനതയെ രക്ഷിക്കാൻ ഒരു ഭേദഗതി ഏതെങ്കിലും രീതിയിൽ വേണമെന്ന് ഒരു വാക്കുകൊണ്ട് പോലും ഒരു MP പറഞ്ഞിട്ടില്ല. പക്ഷെ വഖഫ് ഭേദഗതി നിയമം നടപ്പിലാക്കാൻ പാടില്ല. ഇത് മാത്രമാണ് ഇവർ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പ്രകാരത്തിലുള്ള ഒരു നിയമം ജോസഫ് ബെന്നി, താങ്കൾ ഈ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് ഭൂമിയുടെ ഉടമസ്ഥതയ്ക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ പോരാട്ടത്തിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ആ പ്രശ്നം പരിഹരിക്കാൻ ആര് സഹായഹസ്തം നീട്ടുന്നു അവരെ ആ ഹസ്തം പിടിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം താങ്കൾ പറഞ്ഞതുപോലെ 1995 വഖഫ് നിയമം നൽകുന്ന അധികാരമനുസരിച്ച് വഖഫ് ട്രൈബ്യൂണലുകൾ പ്രവർത്തിക്കുന്നു. ആ വഖഫ് ട്രൈബ്യൂണലുകൾക്കാണ് ഈ കാര്യങ്ങളിൽ അന്തിമമായ തീർപ്പ് കൽപ്പിക്കാനുള്ള അവകാശമെങ്കിൽ BJP സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് നിയമ ഭേദഗതി ബിൽ അത് വഖഫ് സമ്പത്ത് സംരക്ഷിക്കാനുള്ള മുസ്ലിങ്ങളുടെ ഭരണഘടനാ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നു എന്നതാണ് ആ നിയമത്തിനെതിരെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട വിമർശനം. അതിലുള്ള പ്രശ്നം CPIM കേരളത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് ഈ പ്രശ്നം ഒരു ഭൂമി തർക്കം എന്ന അർത്ഥത്തിൽ അവിടുത്തെ ജനങ്ങളുടെ ഉടമസ്ഥതയ്ക്ക് വേണ്ടിയുള്ള അവകാശത്തോടൊപ്പം നിൽക്കുമ്പോഴും ഇത് കേരളത്തിൽ ഒരു വർഗീയ ധ്രുവീകരണത്തിന് ഇടവരുത്തുന്ന തരത്തിലേക്ക് ഈ പ്രശ്നം സങ്കീർണമാകാതിരിക്കാൻ അത് രാഷ്ട്രീയവൽക്കരിക്കാതിരിക്കാനുള്ള ജാഗ്രത വേണമെന്നതാണ്. CPIM ഈ രണ്ടാമത്തെ ആവശ്യത്തെ അല്ലെങ്കിൽ ആ ആശങ്കയെ നിങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ലേ? ഞങ്ങൾ മുഖവിലക്കെടുക്കുന്നുണ്ട്. 2 വർഷവും 7 മാസവും ഞങ്ങളുടെ MLA KN ഉണ്ണികൃഷ്ണൻ നിർദ്ദേശിച്ചതനുസരിച്ച് മാത്രമാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ 95 വന്ന ഈ നിയമമാണ് ഈ പ്രശ്നമെന്ന് കണ്ടപ്പോൾ ഇനി കോടതി വിധികളിലൂടെ മാത്രം പ്രശ്നം പരിഹരിക്കാൻ പറ്റുമുള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങൾ ഈ നിരാഹാര സമരത്തിലേക്ക് വരുന്നത്. അത്രയും നാളെ ഈ വഖഫ് നിയമത്തിലെ ഇത്രപ്രകാരത്തിലുള്ള സങ്കീർണമായ നീതി നിഷേധം ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം വഖഫ് കാലഘട്ടത്തിന് മാറ്റത്തിനനുസരിച്ചിട്ട് നിയമങ്ങൾ മാറ്റണം. ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാകുകയോ അല്ലെങ്കിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുകയോ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റുകൾ നീതി പ്രവർത്തിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ് നിർമ്മിക്കേണ്ടത്. അതുകൊണ്ടാണ് പി രാജീവ് മിനിസ്റ്റർ പറഞ്ഞത് നിലവിലുള്ള ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും അനുസരിച്ച് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അതായത് നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും വഖഫ് ഭേദഗതിയിലൂടെ മാത്രമേ മാറ്റപ്പെടാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ പറയുന്ന പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ വർഗീയ ധ്രുവീകരണം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പ്രതിപക്ഷ അംഗങ്ങളെല്ലാവരും അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാവരും നിയമസഭ ഒന്നടങ്കം പാസാക്കി ഈ ഭേദഗതിയെ എതിർത്തപ്പോൾ മുനമ്പത്ത് ഈ ഒരു പ്രശ്നമുണ്ട്, അതൊരു പരിഹാരം കാണണം എന്ന് എന്തുകൊണ്ട് ഇവർ ഐക്യകണ്ഠേന തീരുമാനിക്കുന്നില്ല? ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൽ മരണ പോരാട്ടമാണ്. കാരണം നൂറ്റാണ്ടുകളായി താമസിക്കുന്ന ഒരു സംസ്കാരം പടച്ച് ഉയർത്തി വന്ന് മേൽഗതിയിലേക്ക് വരുമ്പോൾ 3 വർഷവും 2 മാസവും കഴിഞ്ഞു. ഞങ്ങളുടെ എല്ലാം തകർന്ന് തരിപ്പണമായി പോയി. ഇനിയൊരു ഉയരങ്ങളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എത്രയോ കാലം പിടിക്കും. അതായത് കോവിഡിന്റെ കാലം മുതലും അതല്ലാതെ എന്ന പ്രളയവും എല്ലാം ഞങ്ങളെ ഈ തീരാദുഃഖം എന്ന് പറയുമ്പോഴെന്താണ്? കേരളത്തിന്റെ സൈന്യമാണ് മത്സ്യത്തൊഴിലാളികൾ.
ഞങ്ങൾ ഈ കടൽ തീരത്തിനോട് ചേർന്ന് കടലുമായി യുദ്ധം ചെയ്ത് ശരിയായ രീതിയിൽ ഒരു സംസ്കാരത്തെ പടച്ചുയർത്തി വന്നപ്പോൾ അതിനെയെല്ലാം കടക്കൽ കോടാലി ആയിപ്പോയിരുന്നു ഞങ്ങളുടെ ഈ 3 വർഷവും 2 മാസവുമായിട്ടുള്ള ഈ പ്രശ്നത്തിൽ സങ്കീർണതയിൽ പെട്ട് കിടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏത് വിധേനയും ശാശ്വതമായ പരിഹാരം, കാരണം ഞങ്ങൾ വെള്ളത്തിന്റെ അങ്ങേയറ്റം, ആകെ മൂക്ക് മാത്രമേ ഉള്ളൂ ശ്വാസം കിട്ടാനായിട്ട്, ആ രീതിയിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് കൈത്താങ്ങായി എന്ത് വന്നാലും ഞങ്ങൾ അതിന് കയറി പിടിക്കും. ഇപ്പൊ KCBC വന്നു എന്നുള്ളത് വളരെ ശക്തമായ രീതിയിലുള്ള സ്വാഗതം ഞങ്ങൾ ചെയ്യുന്നു. അടുത്ത ദിവസം തന്നെ SNDPയും വരും, ധീവര സമുദായങ്ങൾ എല്ലാവരും വരും. കാരണം എന്താണ്? ഇത് എല്ലാ സമുദായക്കാരും ഇവിടെയുണ്ട്. ഞങ്ങളെ മതേതരത്വത്തിന് ഒരിക്കലും എതിരല്ല. മതേതരത്വം ഏറ്റവും കൂടുതൽ കാത്തു സംരക്ഷിക്കണമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് ഞങ്ങൾ ഈ തീരപ്രദേശത്തുള്ള ആളുകൾ. പക്ഷെ ഞങ്ങളുടെ നിലനിൽപ്പിനെയാണ് ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്കുള്ള പ്രശ്നം. ശാശ്വതമായ പരിഹാരം സംസ്ഥാന സർക്കാർ നൽകുന്ന വാക്കുകളെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണല്ലോ അതിനെ ലളിതമായി പറഞ്ഞാൽ അതിന്റെ അർത്ഥം. കാരണം സംസ്ഥാന സർക്കാർ സമരസമിതിയോട് പറയുന്നു, നിങ്ങളുമായി നടത്തിയ ചർച്ചയിൽ മുഖ്യമന്ത്രി പറയുന്നു ഇതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ ശരിയാണ്, ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു, അതിൻ്റെ നിയമസാധുത നോക്കി ഹൈക്കോടതി അതിന് നിയമസാധുത ഇല്ല എന്ന് പറഞ്ഞു. അത് സംസ്ഥാന സർക്കാരിനേറ്റ തിരിച്ചടിയാണ്. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും ഇത് കേരളത്തിലൊരു സാമുദായിക പ്രശ്നത്തിലേക്ക് നയിച്ചേക്കാവുന്ന, രാഷ്ട്രീയ മുതലെടുപ്പിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്ന അർത്ഥത്തിൽ CPM അല്ലെങ്കിൽ കോൺഗ്രസും ഒക്കെ ഈ വിഷയത്തെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഇത് നിങ്ങൾ കേന്ദ്ര നിയമമാണ് ഇതിലെ ആശ്വാസമായി എത്താൻ പോകുന്നത്, ഇതിൻ്റെ പരിഹാര മാർഗങ്ങളുള്ളത് കേന്ദ്ര നിയമ ഭേദഗതിയിൽ മാത്രമാണ് എന്ന് വിശ്വസിക്കുവാൻ. അവിടെ താങ്കൾ പറഞ്ഞത് KCBC വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ അവരെ സ്വീകരിക്കും എന്നാണ്. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഇനി താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് S. ജയസൂര്യൻ BJP പ്രതിനിധി നമ്മളോടൊപ്പമുണ്ട്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, 1995 വഖഫ് നിയമം അത് നൽകുന്ന അധികാരം അനുസരിച്ച് വഖഫ് ട്രൈബ്യൂണലുകൾ പ്രവർത്തിക്കുന്നു. അതാണ് നിലവിലെ സങ്കീർണമായ സാഹചര്യത്തിന് കാരണമായത് എന്നാണ് പറയുന്നതെങ്കിൽ വഖഫ് BJP കൊണ്ടുവരുന്ന ഈ വഖഫ് ഭേദഗതി ബിൽ വഖഫ് സമ്പത്ത് സംരക്ഷിക്കാനുള്ള മുസ്ലിങ്ങളുടെ ഭരണഘടനാ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നു. ഇത് ഒരു ചർച്ചയാകുമ്പോൾ വർഗീയ ധ്രുവീകരണത്തിലേക്ക് ഈ കാര്യങ്ങൾ വഴിവെച്ചേക്കാം എന്ന ആശങ്ക കേരളത്തിൽ നിലനിൽക്കുകയാണ്. അവിടെയാണ് അമിത്ഷാ പറയുന്നത് വഖഫ് നിയമ ഭേദഗതി ഞങ്ങൾ നടപ്പാക്കും, അതാർക്കും തടയാനാകില്ല എന്ന്. KCBC ഇപ്പോൾ പറയുന്നു ചില വ്യവസ്ഥകളിന്മേലുള്ള ഭേദഗതിയെ ഞങ്ങൾ അനുകൂലിക്കുന്നു, അതിനനുകൂലമായി കേരളത്തിലെ MP-മാർ വോട്ട് ചെയ്യണമെന്ന്. ഞാനിവിടെ KCBCയുടെ പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. താങ്കൾ വരുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് എല്ലാ വ്യവസ്ഥകളോടുമല്ല, ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ ചില കാര്യങ്ങളിൽ, ഇപ്പോൾ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തെ ഇല്ലാതാക്കുന്ന വ്യവസ്ഥകളുണ്ടെങ്കിൽ അതിനോട് ഞങ്ങൾ യോജിപ്പില്ല, പക്ഷേ ഞങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ആ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യണം എന്നതിനോട് ഞങ്ങൾ യോജിച്ച് നിൽക്കുന്നു എന്ന് മാത്രമാണ് KCBC പറഞ്ഞിരിക്കുന്നത് എന്നാണ്. എന്തുകൊണ്ടാണ് BJP ഈ നിലപാടിനെ സ്വാഗതം ചെയ്തത്? KCBC എടുത്തിരിക്കുന്ന നിലപാട് ഈ വിഷയത്തെ സമഗ്രമായി പഠിച്ചതിന് ശേഷമുള്ള നിലപാടാണ്. എടുത്തുചാടി ഒരു നിലപാടെടുക്കുന്ന ഒരു സംവിധാനമല്ലല്ലോ KCBC. മാത്രമല്ല, വ്യത്യസ്തമായിട്ടുള്ള തലത്തിൽ വളരെ വിശദമായ ചർച്ചകൾ നടത്തി അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും പഠിച്ച് അതനുസരിച്ച് ഉള്ള ഒരു തീരുമാനത്തിലേക്കാണ് KCBC എത്തിയിരിക്കുന്നത്. KCBC എന്ന് പറയുമ്പോൾ വിവിധ സഭകളുടെ ഒരു ഏകോപന സമിതി തന്നെയാണ്. അപ്പോൾ ഓരോ സഭയ്ക്കുമുള്ള ആശങ്കകളും അവരുടെ ആവശ്യങ്ങളും നിയമത്തെ സംബന്ധിച്ച് ഈ പറയുന്ന ബില്ലിനെ സംബന്ധിച്ച് ഓരോ സഭകളും നടത്തിയ പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഏകകണ്ഠമായിട്ടുള്ള ഒരു തീരുമാനം വന്നപ്പോൾ മാത്രമാണ് KCBC ഇപ്പോൾ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായൊരു പഠനത്തിന് ശേഷമുള്ള KCBCയുടെ സുചിന്തിതമായ തീരുമാനം തീർച്ചയായിട്ടും നിയമപരമായി തന്നെ നമ്മളത് മനസ്സിലാക്കേണ്ടതും അതനുസരിച്ച് നിയമപരമായി വരാൻ പോകുന്ന ഈ ബില്ലിനെ അനുകൂലിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇത് പൊതുസമൂഹത്തിൻ്റെ ഒരാവശ്യമായി ഇപ്പോൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് KCBCയുടെ നിലപാടോടുകൂടി ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. മാത്രമല്ല, ഇത് ആരുടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും സ്വത്ത് തട്ടിയെടുക്കാനുള്ള ഒരു നീക്കമല്ല. അല്ല, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അതായത് ഈ നിയമ ഭേദഗതിക്കെതിരെ ഒരൊറ്റ സെക്കൻഡ് താങ്കൾ വിശദീകരിച്ചോളൂ. ഞാൻ ഒരൊറ്റ കാര്യം അതിനോടുകൂടി ചേർത്ത് വെച്ച് പറയാനാണ്. അതായത് ഇതിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം ചർച്ചുകളുടെയോ ക്ഷേത്രങ്ങളുടെയോ ഗുരുദ്വാരകളുടെയോ പരിപാലന ഉത്തരവാദിത്വത്തിൽ ഇല്ലാത്ത നിബന്ധനകളാണ് വഖഫ് ഭേദഗതിയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ്.
അവിടെയാണ് വഖഫ് സ്വത്ത് സംരക്ഷണത്തിന് മുസ്ലിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിലാണ് ഈ നിയമ ഭേദഗതിയെന്നും അത് കേരളത്തിൽ രാജ്യത്ത് വർഗീയ ധ്രുവീകരണത്തിന് വേർതിരിവുകൾക്ക് ഇടയാക്കുമെന്നും അത് ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമായി വ്യാഖ്യാനിക്കപ്പെടുമെന്നുമുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ വ്യക്തത വരുത്താൻ കേന്ദ്ര സർക്കാരോ BJPയോ ശ്രദ്ധിക്കാത്തത്? ചർച്ചുകളുടെയോ ഗുരുദ്വാരകളുടെയോ ക്ഷേത്രങ്ങളുടെയോ നിയമവുമായി ബന്ധപ്പെട്ട് വഖഫ് നിയമം പോലെ ഒരു നിയമം ഇല്ലാത്തതുകൊണ്ട്, അതായത് ഹിന്ദുക്കളോ സിഖുകാരോ ക്രിസ്ത്യാനികളോ എന്തെങ്കിലും തരത്തിലുള്ള രീതിയിൽ ഒരു വഖഫ് പോലെ ഒന്നും ചെയ്യുന്നില്ലാത്തതുകൊണ്ട്, അതായത് ഒരാൾക്ക് സ്വമേധയാ തോന്നുന്ന മനസ്സിൻ്റെ ഒരാഗ്രഹമനുസരിച്ച് വഖഫ് ചെയ്യാം, അത് മുസ്ലിം സമൂഹത്തിൽ മാത്രമുള്ള ഒരു കീഴ്വഴക്കമാണ്. ഹിന്ദുക്കളുടെ ഇടയിലോ ക്രിസ്ത്യാനികളുടെ ഇടയിലോ അല്ലെങ്കിൽ സിഖുകാരുടെ ഇടയിലോ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. അങ്ങനെ അതാ തന്നെയാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു ദാനരീതി ഹിന്ദു ക്രിസ്ത്യൻ സിഖ് വിഭാഗത്തിലില്ല, അത് മുസ്ലിമിൽ മാത്രമേ ഉള്ളൂ. ആ ദാനരീതി എന്ന് പറയുന്നത് രാജ്യത്തെ നിയമത്തിനും പാർലമെൻറ്റിനും അതീതമായി പോവുകയും ഇവിടുത്തെ കോടതികൾക്കും നിയമങ്ങൾക്കും തൊടാൻ പറ്റാത്ത രീതിയിൽ വ്യത്യസ്തമായി ഉയർന്നു നിൽക്കുകയും ചെയ്യുമ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെയും ഭരണഘടനയുടെയും പാർലമെൻറ്റിൻ്റെയും അധികാരത്തിന് മുകളിലാണ്. അതൊരിക്കലും ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്ത് അംഗീകരിക്കപ്പെടാവുന്ന കാര്യമല്ല. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന മതത്തിൽപ്പെട്ടവരാണെങ്കിലും അല്ലെങ്കിലും, ഞാൻ മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും ഒന്നിച്ചു പരിഗണിച്ചുകൊണ്ടാണ് പറയുന്നത്, മുസ്ലിങ്ങളുടെയോ അമുസ്ലിങ്ങളുടെയോ യാതൊരു അവകാശത്തെയും ഹനിക്കാൻ പാടുള്ളതല്ല. ആ രീതിയിലാണ് പുതിയ ബില്ല് വന്നിരിക്കുന്നത്. അതല്ല, ഇതിലെ വെരിഫിക്കേഷൻ നടത്തി തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം ജില്ലാ കളക്ടർക്ക് കൊടുക്കുന്നു. ഒരു പ്രോപ്പർട്ടിയുടെ ടൈറ്റിൽ തീരുമാനിക്കാനുള്ള അധികാരം ജില്ലാ കളക്ടർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം, ശ്രീ ജയസൂര്യൻ? ഞാൻ അതേ ചോദ്യം തിരിച്ചു ചോദിക്കുകയാണ്. ഒരു പ്രോപ്പർട്ടിയുടെ അധികാരം ജില്ലാ കളക്ടർക്കല്ലാതെ പിന്നെ ആർക്കാണ് കൊടുക്കേണ്ടത്? സിവിൽ കോടതിയുടെ അധികാരമുള്ള സർവേ കമ്മീഷണർ ആണല്ലോ വെരിഫിക്കേഷൻ നടത്തുന്നത്. ആ സിവിൽ കോടതിയുടെ അധികാരമുള്ള വെരിഫിക്കേഷൻ നടത്തുന്ന സർവേ ഈ പറയുന്ന ബോർഡിൻ്റെ, വഖഫ് ബോർഡിൻ്റെ കീഴിലല്ലേ ഉള്ളൂ. അങ്ങനെ കീഴിലാകാൻ പാടില്ല എന്നാണ് പുതിയ നിയമം കൊണ്ടുവരാൻ പോകുന്നത്. അതായത് നിലവിൽ ഈ രാജ്യത്ത് നിയമമുണ്ട്, ഭരണഘടനയുണ്ട്, അത് നടപ്പാക്കാൻ ഇവിടെ കളക്ടറുണ്ട്. അപ്പോൾ കളക്ടറെയും ഭരണഘടനയെയും നിയമത്തെയും അപ്രസക്തമാക്കിക്കൊണ്ട് ഒരു വഖഫ് ബോർഡ് വന്നാൽ അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പുതിയ നിയമം ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ ഫസൽ ഗഫൂർ, KCBCയുടെ പുതിയ തീരുമാനത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? കേരളത്തിലെ വഖഫുമായി ബന്ധപ്പെട്ട് മുനമ്പത്തടക്കം ഉയരുന്ന ഈ സങ്കീർണമായ പ്രശ്നത്തിൽ KCBCയുടെ തീരുമാനം എങ്ങനെ സ്വാധീനിക്കും? ആയാലും ലീഗായാലും ഒക്കെ അപ്രസക്തമാണ് ഈ കേസിൽ. എന്താ പറയുക, ഇത് ജനകീയ വോട്ടെടുപ്പിലൂടെ തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല. ഇത് നിയമപരമായിട്ടുള്ള ഒരു വിഷയമാണ് കിടക്കുന്നത്. ഇതിൽ കാര്യമായിട്ട് വരുന്നത് ഈ വഖഫ് അമെൻമെൻറ്റ് ബില്ല് എന്നുള്ള കാര്യം വരാൻ പോകണം. അതുകൊണ്ട് മുൻപത്തെ ജനങ്ങളെല്ലാം രക്ഷപ്പെട്ടു പോകും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എന്താ കാരണം വെച്ചാൽ ഇതിന് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് എത്ര 50 കൊല്ലം റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് കൊടുക്കാൻ പറ്റുമോ? നമുക്കൊരു നിയമം അത് കോടതി പോയി കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ ജുഡീഷ്യൽ കമ്മീഷണർ തന്നെ കോടതി പറഞ്ഞത്, നിങ്ങൾക്ക് അതിന് അധികാരമൊന്നുമില്ല, കോടതിയിൽ മാറ്റർ കിടക്കുമ്പോൾ നിങ്ങൾ കയറിയിട്ട് ജുഡീഷ്യൽ കമ്മീഷണർ വെക്കലാണെന്ന് പറയും. അത് തന്നെയല്ലേ അവിടെ വരാൻ പോകുന്നത്. അപ്പോൾ ഹൈക്കോടതിയിൽ നിൽക്കുന്ന ഒരു കാര്യം അത് കീഴ്ക്കോടതികളിലൂടെ പോയിട്ടുള്ളത്. അപ്പോൾ അത് മാത്രമല്ല, ഇത് തെറ്റായ ധാരണയാണ്. ഇത് പോയി എന്നുള്ളതിന് നല്ലൊരു തെളിവല്ലേ? വഖഫിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് കോടതിയിൽ ചാലഞ്ച് ചെയ്യാൻ പറ്റുമെന്നുള്ള ഇതിൽ തന്നെ കാണുന്നില്ലേ? അതായത് പറവൂർ സബ് കോടതിയിൽ പോവുകയും അതിനുശേഷം ഹൈക്കോടതിയിൽ പോവുകയും ഇനി അത് കുറേ വർഷങ്ങളോളമായിട്ട് സുപ്രീം കോടതിയിൽ പോയി കിടക്കുകയും ചെയ്യുന്ന ഒരു കേസാണത്. എനിക്കറിഞ്ഞൂടാ, ഒരു ലീഗൽ പണ്ഡിറ്റൊന്നുമല്ല ഇത് പറയാനായിട്ട്. പക്ഷേ ബേസിക്കലി ഞാൻ ഇത്തരത്തിലുള്ള പല വിഷയങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലക്ക് ഞാൻ മനസ്സിലാക്കുന്നത് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇതിൽ കൊണ്ടുവരാൻ പറ്റൂല. അത് നിയമപരമായിട്ട് പറ്റൂല. പിന്നെ വേറെ വല്ല വഴികളിലൂടെ നമുക്ക് കൊണ്ടുവരാം, ലെജിസ്ലേഷനിലൂടെ കൊണ്ടുവരാമായിരിക്കും, അതൊക്കെ വേറെ വിഷയം. അതേമാതിരി തന്നെ ശ്രീ ബെന്നി തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. വഖഫ്, അതായത് ബോറ വഖഫിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. ഞാൻ പറയട്ടെ, MESന് വഖഫ് സ്വത്തുക്കളുണ്ട് വളരെ കുറവ്. ഞങ്ങൾക്കിത് വേണ്ടെന്ന് പറഞ്ഞ ആൾക്കാരെ എന്താണെന്നറിയോ, ഇതിന് വേറെ അതിൻ്റെ ആയിട്ടുള്ള നിയമങ്ങളുണ്ട്.
അതെന്തെങ്കിലും പ്രശ്നം പറ്റിയൊക്കെ പറഞ്ഞാൽ ഈ വക്കഫും ഞാനൊരു ഉദാഹരണം മനസ്സിലാക്കി തരാം. നേരത്തെ ബോറ ട്രസ്റ്റിനെ പറ്റി പറഞ്ഞുകൊണ്ടുണ്ട്. MES എന്ന സൊസൈറ്റി, അതിലെല്ലാ അധികാരങ്ങളും കിടക്കുന്നത് ആ സൊസൈറ്റിയിലെ അംഗങ്ങൾക്കാണ്. ആസ് പെർ ദ സൊസൈറ്റീസ് ആക്ട് അത് പ്രകാരം ഓഡിറ്റ് ചെയ്ത് ഇലക്ഷൻ നടത്തിയിട്ട് നടത്തണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് വേറെയാണ്. ഇപ്പോൾ അത് വഖഫ് ആക്ട് അനുസരിച്ചിട്ട് ദ പ്രോപ്പർട്ടി ബിലോങ്സ് ടു ദ കമ്മ്യൂണിറ്റി, ദി അതർ തിങ്സ് ബിലോങ് ടു ദ SNDP യോഗം മെമ്പേഴ്സ് അല്ലെങ്കിൽ MES മെമ്പേഴ്സ് ആസ് എ ചാരിറ്റബിൾ സൊസൈറ്റി എന്നുള്ളത് തമ്മിൽ വേറെ വ്യത്യാസമുണ്ട്. അപ്പം ഞങ്ങൾക്ക് തന്നെ ഈ വഖഫ് പ്രശ്നം എന്ന് പറഞ്ഞാൽ തലവേദനയും മാറിയിട്ടുണ്ട്. എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ കോടതി പോകും, കേസായിട്ട് പോകും, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, അത് പോകും. ഇപ്പം ഞങ്ങൾ തന്നെ കോടതിയിലുണ്ട് ഈ വിഷയമായിട്ട്. അപ്പോൾ ആ സങ്കീർണമായിട്ടുള്ള സംഭവമാണത്. അത് നിയമപരമായിട്ടല്ലാതെ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അല്ലാതെ കോടതി അവിടെ ഒരു നിയമം. പിന്നെ രണ്ടാമത്തെ കാര്യം, മറ്റുള്ള സമുദായങ്ങളിൽ ഒരേമാതിരി ഇല്ലല്ലോ ഇങ്ങനെയൊക്കെ. ഓരോ സമുദായത്തിനും ഓരോ കാഴ്ചപ്പാടാന്നേ. ഇപ്പോൾ ഹിന്ദു സിവിൽ കോഡ് പറഞ്ഞിട്ട് സാധനമുണ്ട്, അത് വ്യത്യാസമാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന്. അതേമാതിരി തന്നെ ഞാൻ പറയട്ടെ, ഗുരുദ്വാര ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി, ആ ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി വരുന്നതിന് മുമ്പായിട്ട് ഹിന്ദു മഹന്തുകളായിരുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പായിട്ട് ഈ സുവർണ ക്ഷേത്രവും അല്ലെങ്കിൽ നമ്മുടെ നാൻകാന സാഹിബും അതുമാതിരിയുള്ള ഹിന്ദു സിഖ് ഇതൊക്കെ ഭരിച്ചിരുന്നത്, സിഖ് ഗുരുദ്വാരകൾ ഭരിച്ചിരുന്നത്. അത് പിന്നെ SGPC വന്നതിന് ശേഷം ഇപ്പോൾ അതിൽ സിഖുകാർ മാത്രമേ ഉള്ളൂ. അതൊരു എലക്റ്റഡ് ബോഡിയാണത്. അതേമാതിരി തന്നെയാണ് നമ്മുടെ തിരുമല തിരുപ്പതി ദേവസ്വം ബോർഡ്. അതൊരു വേറെ ബോർഡാണ്, മനസ്സിലല്ലേ? അത് ഇവിടുത്തെ ദേവസ്വങ്ങൾ വേറെയാണ്. അപ്പോൾ അതിനെല്ലാം കൂടെ വികരിച്ച് ഈ വക്കം ബോർഡായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. അതുമാതിരി തന്നെ അത് ഷിയ വേറെ അല്ലെങ്കിൽ സുന്നി വേറെ അല്ലെങ്കിൽ ഇത് വേറെ, അതൊന്നും വേറെ അല്ല. അതിന് ബേസിക് പ്രിൻസിപ്പിളുകൾ. ഇതിലൊരു വലിയ തടസ്സമായിട്ട് ശ്രീ ഫസൽ ഗഫൂർ പറയുന്നത് ഈ 1995 വഖഫ് നിയമം നൽകുന്ന അധികാരം അനുസരിച്ച് വഖഫ് ട്രൈബ്യൂണലുകൾക്ക് മാത്രമാണ് ഈ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ കഴിയുക. വഖഫ് ബോർഡാണ് ഈ കാര്യത്തിൽ അന്തിമമായ തീർപ്പുണ്ടാക്കുക. അതുകൊണ്ട് തന്നെ മറ്റ് കോടതി വ്യവഹാരങ്ങളടക്കമുള്ള എല്ലാ സാധ്യതകളും അടയുന്നു എന്നതാണല്ലോ. അല്ലല്ലോ, ഞാൻ തിരിച്ചല്ലേ പറഞ്ഞത്. എന്നെ തന്നെ പിടിച്ചുകൊണ്ടായിട്ട് വഖഫ് ബോർഡ് കോടതി കയറ്റിയിട്ടുണ്ടെന്നേ. കോടതിയിൽ ക്രിമിനൽ കേസുമാരിയായി പോകും. ഞങ്ങൾക്ക് തന്നെ ഒരു സ്വത്ത് വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വഖഫിൽ എന്തെങ്കിലും ദുർവിനിയോഗം ചെയ്ത് കഴിഞ്ഞാൽ ഈ വഖഫ് ബോർഡിന് എളുപ്പം. അപ്പം ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ ഡിസ്ട്രിക്ട് കോടതി പോയി. അവിടെ നിന്ന് ഇപ്പോൾ ഡിസ്ട്രിക്ട് കോടതി ഹൈക്കോടതി പോയി. ഇനി ഹൈക്കോടതി ഞങ്ങൾ സുപ്രീം കോടതി പോയി. ഞങ്ങൾ തന്നെ പോകുന്നു എന്ന് പറയുമ്പോൾ പിന്നെ എന്താ അതിനർത്ഥമുള്ളത്? അങ്ങനെ പോകാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് വേറെ ആൾക്ക് പോകാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? പോയിക്കൊണ്ടിരിക്കുന്നു. ആ പോയിക്കൊണ്ടിരിക്കുന്ന മാറ്റർ എന്ന് പറയണമല്ലോ, അങ്ങനെയൊന്നുമില്ല. അത് വഖഫ് ട്രിബ്യൂണൽ പറഞ്ഞാൽ അത് തീർന്ന്, അല്ലെങ്കിൽ വഖഫ് ട്രിബ്യൂണലിന് അന്തിമമായിട്ടുള്ള തീരുമാനം അതാണ്. ഇതെല്ലാം നിയമം അറിയാത്ത രീതിയിൽ സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഞാൻ നിയമത്തിൻ്റെ ഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്നെ പറയണ ഒരു പ്രതിയായിട്ട് സംസാരിക്കുകയാണ്. ഇനി നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ അങ്ങോട്ട് കേസ് കൊടുത്താണ്, അല്ല. അപ്പോൾ വഖഫ് ഇതനുസരിച്ചിട്ട് ഇനി വേറൊരു കാര്യം പറയാം. വഖഫ് മിസ്മാനേജ്മെൻറ്റ് ചെയ്താൽ അത് മറ്റൊരു വഖഫിന് ട്രാൻസ്ഫർ ചെയ്യണമെന്നൊക്കെയാണ് നിയമമുള്ളതെന്നേ, അല്ലെങ്കിൽ വഖഫ് ട്രിബ്യൂണലിന് ട്രാൻസ്ഫർ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ഇത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതായത് ആ കമ്മ്യൂണിറ്റി, ആ സമുദായത്തെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ മറ്റു സമുദായങ്ങളുടെ ഒരു ബോർഡിലും, അതായത് ദേവസ്വം ബോർഡുകളിൽ, ഇപ്പോൾ ഞാൻ വേറെ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ തിരുപ്പതി ദേവസ്വം ബോർഡിൽ ഏതാനും ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, നമ്മുടെ തൊഴിലാളികളായിട്ടൊക്കെ. അതായത് ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത്. അപ്പോൾ അദ്ദേഹം ക്രിസ്ത്യാനിയാണെന്നുള്ള പേരിൽ ഇപ്പോൾ ചന്ദ്രബാബു നായിഡു വന്നതിന് ശേഷം അവരെല്ലാവരും പിരിച്ചു വിട്ടിട്ട് പറഞ്ഞു ഇതിലെല്ലാ തൊഴിലാളികളും ഹിന്ദുക്കളായിരിക്കണമെന്ന്. ഞാനതിനെതിരല്ലെന്നേ. ഒരു ഹിന്ദു ഇതിൽ സമുദായത്തിൻ്റെ ക്ഷേത്രത്തിൽ അവർ തന്നെ മതി. പിന്നെ അവർ നിരീശ്വരവാദികളാണെന്ന് പറഞ്ഞ് വാദിക്കുമ്പോൾ നിരീശ്വരവാദവും ഹൈന്ദവ മതത്തിൽപ്പെട്ടതാണെന്ന് തന്നെ വേറെ വാദം പറയുന്നു. അപ്പം അങ്ങനെ വളരെ സങ്കീർണമായിട്ട് പല പല മതങ്ങളും കൂടി ഇരിക്കുന്ന കേരളത്തിൽ പിന്നെ KCBC വിളിച്ച് പറഞ്ഞതിനെ കൊണ്ടൊന്നും ഇവിടെ വോട്ടിൽ പൊളിറ്റിക്കലായിട്ടൊന്നും ഇതിനെ ബാധിക്കാൻ പോകുന്നില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞത്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. അത് മതത്തെ ഉദാഹരണം പറയാം. KCBC വിചാരിച്ചിട്ട് ഇവിടുത്തെ കേരളത്തിലെ കേരള കോൺഗ്രസ്സുകൾ കഷ്ണമായിട്ട് പോകാതിരുന്നിട്ടുണ്ടോ? ഇനി ഞങ്ങൾ KCBC മാത്രം കുറ്റമെന്ന് പറഞ്ഞ് പറയണ്ട, വേണ്ട, ഞങ്ങളുടെ കേസ് എടുക്കാമല്ലോ. ഇപ്പോൾ ഇവിടെ തന്നെ AP കാന്തപുര ബോക്കർ മുസ്ലിം കൂട്ടർ LDFിലും മറ്റേ സമസ്ത മറ്റേ വശത്തൊക്കെയാണ്. അപ്പോൾ അതെല്ലാം പൊളിറ്റിക്കലാണ്. ഇനി ഇവരാരും പറഞ്ഞാലും വോട്ട് കിട്ടില്ലെന്നേ. സമസ്ത പറഞ്ഞാലും വോട്ട് കിട്ടില്ല, ചെറുപ്പക്കാരൊന്നും വോട്ട് ചെയ്യില്ല. അവർ വോട്ട് ചെയ്യുന്ന മനസ്സിന് ഇതിന് വോട്ട് മറ്റേ ഹിന്ദുത്വക്ക് വോട്ട് ചെയ്താൽ അവർ BJPക്ക് വോട്ട് ചെയ്യും. അവർ കമ്മ്യൂണിസ്റ്റിന് വോട്ട് ചെയ്യുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യും, അല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യും, അല്ലെങ്കിൽ അവർ സ്വത്ത രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള വോട്ടിങ്ങാണ്. അപ്പോൾ ഇതിനെ വോട്ടിങ്ങിനൊന്നും കാര്യമായിട്ട് ബാധിക്കാൻ പോകുന്നില്ല. അങ്ങനെ ബാധിക്കുമെന്ന് തോന്നിയിട്ട് ഈ 19 MPമാരോട് അവർ പറയണത് നിങ്ങൾ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർ വോട്ടൊന്നും ചെയ്യില്ല. അത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അവർക്ക് അറിയാം അവർ വോട്ടൊന്നും ചെയ്യില്ല. അവർ പറഞ്ഞു, അവർക്ക് പറയാം, അവർക്ക് ഉപദേശം നൽകാമല്ലോ. ഞങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ ഡോക്ടർ ഫസൽ ഗഫൂർ അതിനകത്തൊരു പ്രശ്നം, അതിനകത്തൊരു മെസ്സേജ് ഇൻക്ലൂഡഡ് ആണല്ലോ. അതായത് ഈ വിഷയത്തിൽ
ക്രൈസ്തവ സഭ BJP-ക്കൊപ്പമാണ് എന്നാണല്ലോ അതിന്റെ ഇംപ്ലൈഡ് മീനിങ്. ആയിരിക്കാം, പക്ഷേ ഒരു വിഷയത്തിൽ ആണെന്ന് മനസ്സിലാക്കണം നമ്മൾ. അതിൻ്റെ അർത്ഥം അടുത്ത വിഷയത്തിൽ ഞാൻ പറയട്ടെ, ഇനി വേറൊരു വിഷയം ഉണ്ടാവണമെന്ന് വിചാരിച്ചോ. ക്രൈസ്തവ സഭയും, ഞാൻ ഒരു നല്ലൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ട്. ആ കേസ് എന്താണെന്നറിയോ? അവർ പറയണമെന്ന് വെച്ചാൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് വഖഫുള്ള മാതിരി, ദേവസ്വം ട്രസ്റ്റുകളുള്ള മാതിരി, SGPC ഉള്ള മാതിരി ഈ കത്തോലിക്ക സഭയുടെ സ്വത്തുക്കൾ ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അതിന് നിങ്ങൾ തെളിവ് കൊണ്ടുവരണം. നിങ്ങൾ ആരുടെ പേര് രജിസ്റ്റർ ചെയ്തെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് നോട്ടീസ് സെർവ് ചെയ്തിരിക്കണം അവർക്ക്. അതേപോലെ തന്നെ വേറൊരു കേസ് പറയാം. മറ്റേ ക്രൈസ്തവ സഭയിലെ അതായത് മറ്റേ അച്ഛന്മാരായിട്ടും കന്യാസ്ത്രീകളായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത്, ഡോക്ടർമാർ, എഞ്ചിനീയർ, എന്ത് ജോലി ചെയ്താലും അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. ആ ശമ്പളം അവർ പറയുന്നത് ദാനമാണെന്ന് പറഞ്ഞത് കോടതി അംഗീകരിച്ചിട്ടില്ല. കോടതി പറഞ്ഞിരിക്കുന്നത് അവർ ഇൻകം ടാക്സ് പേ ചെയ്യണം. അങ്ങനെ ഇൻകം ടാക്സ് പേ ചെയ്യാൻ വിത്ത് 10 years റിട്രോസ്പെക്റ്റീവ് എഫക്ട് എന്ന് പറഞ്ഞിട്ടാണ് കോടതിയിൽ കേസ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൽ എല്ലാത്തിലും ഓരോ മതത്തിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ആ കോംപ്ലിക്കേഷൻ്റെ സമയത്ത് അവർ ആ മതത്തിന് ഏത് പാർട്ടി അവർ സപ്പോർട്ട് ചെയ്യണം ആ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യും. അതിൻ്റെ അർത്ഥം അവർ ഒന്നടക്കം വന്നിട്ട് അടുത്ത ഇലക്ഷനിൽ പോയിട്ട് അപ്പുറത്ത് വോട്ട് ചെയ്യൽ ഇപ്പുറത്ത് വോട്ട് ചെയ്യുമെന്ന് ചെയ്യുന്നതല്ല. അങ്ങനെയാണെങ്കിൽ മറ്റൊരു കൗണ്ടർ റിയാക്ഷനായിട്ട് മറ്റേ കമ്മ്യൂണിറ്റി ഇങ്ങോട്ടും വോട്ട് ചെയ്യും. അപ്പം അങ്ങനെ തോന്നൽ വന്ന് വിചാരിച്ചു ഇങ്ങനെ വോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അവർ വോട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു കൂടുതലും മെച്ചം കിട്ടാൻ പോണപ്പോൾ LDF-നാണ്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്തത്. UDF-ൻ്റെ വോട്ടാണല്ലോ കൂടുതൽ കട്ട് ചെയ്ത് പോവുക. കാരണം കേരളത്തിൽ ഞാൻ ഇന്ത്യ ടുഡേയുടെ സർവേ അനുസരിച്ച് 90% ഓഫ് ദ വോട്ട് ക്രിസ്ത്യൻ വോട്ട് ഇൻ കേരള ഇസ് ഫോർ ദ UDF. ബട്ട് ഇപ്പോൾ തൃശ്ശൂർ അതിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമാതിരി വ്യത്യാസം വന്നുകൂടാന്നില്ല. അവർക്ക് മാറ്റി ഇപ്പോൾ നമ്മൾ അവർക്ക് പറഞ്ഞ മാതിരി ഞങ്ങൾ തമാശ പറയാം ക്രിസ്ത്യാനി പെണ്ണ് കെട്ടിയ മാതിരിന്ന്. അങ്ങനെയൊന്നും രാഷ്ട്രീയത്തിലില്ല. ക്രൈസ്തവ സഭയ്ക്ക് തോന്നുകയാണെങ്കിൽ അവർക്ക് BJP-ക്ക് വോട്ട് ചെയ്യാം. മുസ്ലിമൊക്കെ തോന്നുകയാണെങ്കിൽ അവർക്ക് LDF-ന് വോട്ട് ചെയ്യാം. ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹിന്ദുക്കൾക്കും അതുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വോട്ട് ചെയ്യാം. അത് അവരുടെ ഇഷ്ടമാണ്. സഭയ്ക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് ഞങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക് ഫത്വ, അവരുപയോഗിക്കുന്ന വാർഡ് ഇടലേഖനം, ഇങ്ങനെയൊക്കെയാണ് പേരുകൾ കൊടുക്കുന്നത്. ആ പേരുകൾ കണ്ടിട്ടൊന്നും ആരും പഠിക്കേണ്ട ആവശ്യമില്ല. ശരി, ഞാൻ ഒരു ചെറിയ ഇടവേള എടുക്കാം. വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് KCBC-യുടെ സർക്കുലർ പുറത്തിറങ്ങിയിരിക്കുന്നത്. വഖഫ് നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുമ്പോൾ അതിലെ വ്യവസ്ഥകളെ അംഗീകരിച്ച് അതിനനുകൂലമായി വോട്ട് രേഖപ്പെടുത്തണമെന്ന് MP-മാരോട് ആഹ്വാനം ചെയ്യുന്ന അവരോട് അഭ്യർത്ഥിക്കുന്നതാണ് ഈ സർക്കുലറിൽ പറയുന്ന കാര്യം. അത് കേരളത്തിലെ രാഷ്ട്രീയമായി എങ്ങനെ ബാധിക്കാൻ പോകുന്നു, കേരളത്തിന്റെ സാമുദായിക സമവാക്യത്തിൽ അതെന്തെങ്കിലും വിള്ളലുണ്ടാക്കുമോ എന്ന കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ ജോസഫ് ജോർജ്, KCBC-യുടെ ഈ ആഹ്വാനം, ഈ അഭ്യർത്ഥന എന്ത് ഫലം ഉണ്ടാക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? ശ്രീ ഗോപികൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ KCBC-യുടെ ഈ വിഷയത്തിലുള്ള പ്രതികരണം അത് BJP-യുടെ രാഷ്ട്രീയ നിലപാടുകളെ മുഴുവൻ പിന്തുണയ്ക്കുന്നു എന്ന് വ്യാഖ്യാനിക്കേണ്ടതില്ല. ഈ പ്രത്യേകമായ വിഷയം വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ ഒരു നിലപാട് അറിയിക്കുകയും കേരളത്തിൽ നിന്നുള്ള MP-മാരോട് ഒരു പ്രത്യേകമായ അഭ്യർത്ഥന നടത്തുകയുമാണ് ചെയ്തിരിക്കുന്നത്. കാരണം അതിൻ്റെ പശ്ചാത്തലമായി നിൽക്കുന്നത് സ്വാഭാവികമായും മുൻപത്തെ ഈ പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് ഇത് സഹായകരമാകുമെങ്കിൽ തീർച്ചയായും ആ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നു. അല്ലാതെ ഇതിൻ്റെ പിറകിൽ ഒരു BJP-യുടെ എല്ലാ രാഷ്ട്രീയ നിലപാടുകളെയും പിന്തുണയ്ക്കുന്നു അല്ലെങ്കിൽ സ്വീകരിക്കുന്നു, അവരോടൊപ്പമാണ് എന്ന ഒരു ദുർവ്യാഖ്യാനം വേണ്ടതില്ല എന്നതാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം. ഇതിന് ഒരു സ്വാഭാവികമായിട്ടും ഡോക്ടർ ഫസൽ ഗഫൂർ സൂചിപ്പിച്ചാൽ ഇതിന് പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് നൽകുന്ന ഒരു സൂചനയുമുണ്ട്. പ്രത്യേകിച്ച് ഇത് ഈ മുനമ്പത്തെ 610 കുടുംബങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ, അവരുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് ജനപ്രതിനിധികൾ എന്നതിൽ അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തെ ഓർമ്മിപ്പിക്കുകയാണ് വാസ്തവത്തിൽ സഭ ചെയ്തിട്ടുള്ളത്. ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം, ജനങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനായി നിലകൊള്ളണം. ജനങ്ങൾക്ക് പ്രയാസകരമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിയമനിർമ്മാണത്തിലുണ്ടെങ്കിൽ അവ പരിഹരിക്കപ്പെടണം. അങ്ങനെയാണ് എക്കാലത്തും ഉണ്ടായിട്ടുള്ളത്. കാരണം വഖഫ് നിയമം ഉണ്ടാകുന്നത് 2013-ലാണ്. അതിന് പശ്ചാത്തലമുണ്ട്. ആ നിയമം വരുന്നതിന് ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് 2013 വഖഫ് നിയമം 1913 നിയമം വരുന്നത്. പിന്നീട് 1923 വന്നു. അങ്ങനെ പല പ്രാവശ്യവും ഈ ഭേദഗതികൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോഴൊക്കെ നിയമത്തെ ഒരുപക്ഷെ നിയമത്തിൻ്റെ പോരായ്മകൾ പരിഹരിക്കുന്നതിനാവാം, നിയമത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനാവാം. അപ്പോൾ ഈ ഘട്ടത്തിൽ നിയമത്തിന് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അപ്പോൾ പരിഹരിക്കുന്നതിന് ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. ആ ബാധ്യത അതിനനുസരിച്ച് പ്രതികരിക്കാനുള്ള ഉത്തരവാദിത്വവും ജനപ്രതിനിധികൾക്കുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് വാസ്തവത്തിൽ KCBC ചെയ്തിട്ടുള്ളത്. ഞാൻ ചോദിച്ചതിന് താങ്കൾ ഒരു മറുപടി പറഞ്ഞില്ല. ഇതെന്ത് ഫലമുണ്ടാക്കുമെന്നാണ് KCBC കരുതുന്നത്? നമ്മളിങ്ങനെ ഇത്തരത്തിലെ അഭ്യർത്ഥന കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള എല്ലാ MP-മാരോടും ഇത്തരത്തിൽ അഭ്യർത്ഥന വയ്ക്കുന്നത് അവർ ക്രിയാത്മകമായി പ്രതികരിക്കും എന്ന പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷ നമുക്കറിയാം. അവർ ആ പ്രതീക്ഷയ്ക്കത്ത്
പ്രവർത്തിച്ച് എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നൊന്നും ഇപ്പോൾ പറയാനായിട്ട് നിവൃത്തിയില്ല. അത് വഴിയെ കാണാം. ശരി, ശ്രീ ജോസഫ് ബെന്നി, ഈ മുനമ്പത്തെ പ്രശ്നം മാത്രമല്ല, രാജ്യത്ത് പലയിടങ്ങളിലും വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ട്. ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ വലിയ വലിയ ഷോപ്പിംഗ് മാളുകളും കോംപ്ലക്സുകളും വരെ വഖഫ് ഭൂമിയിലാണ് നിലകൊള്ളുന്നത് എന്ന കാര്യം താങ്കൾക്കറിയാമല്ലോ. അപ്പോൾ ഈ കാര്യത്തിൽ മുനമ്പത്തെ പ്രശ്നം മാത്രമായി എടുക്കുമ്പോൾ അത് ഈ പരിഹരിക്കാൻ കേന്ദ്ര നിയമം മാത്രമാണ് ഒരേ ഒരു വഴി എന്ന് നിങ്ങളൊരു നിലപാട് സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ നേരത്തെ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞു, ഇതിൽ കോടതികളിലേക്ക് പോകാം, കോടതി വ്യവഹാരങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട അതൊരു നിയമപ്രശ്നമായിട്ട് പരിഗണിക്കേണ്ട കാര്യമാണ്. അതിൻ്റെ സാധ്യതകളെ ഒന്നും നിങ്ങൾ എന്തുകൊണ്ടാണ് പരിഗണനയിൽ വെക്കാത്തത്? ഞാൻ ആദ്യം തന്നെ ഇതിനോട് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം, ഞങ്ങൾ ഈ ഭൂമിയിൽ മത്സ്യത്തൊഴിലാളി നൂറ്റാണ്ടുകളായി താമസിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഭൂമി 34 വർഷം കേസ് നടത്തി ഇത് ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയാണ്, പരമാധികാരി ഫറൂഖ് കോളേജാണ്. ഫറൂഖ് കോളേജിന് കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റ് ആ ഡീഡിൽ പറയുന്നു ഇത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ക്രയവിക്രയം ചെയ്യാം. അങ്ങനെ ക്രയവിക്രയം ചെയ്യുന്നതിനുള്ള അധികാരം ഫറൂഖ് കോളേജിനുണ്ട്. അവരത് ക്രയവിക്രയം ചെയ്തു, വിറ്റു, ഞങ്ങളിൽ നിന്നും പണം വാങ്ങി അവരുടെ കോളേജ് വെച്ചു. അത് ഇപ്പോൾ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് നിയമത്തിന്റെ പ്രശ്നമാണ്. അപ്പോൾ ഇത് നിലവിലെ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയമായിട്ടാണ് പ്രവർത്തിക്കേണ്ടതെന്ന് മിനിസ്റ്റർ പറയുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം ഗഫൂർ സാർ പറഞ്ഞത്, MES കിട്ടിയിരിക്കുന്ന ഈ ട്രസ്റ്റുകളെല്ലാം ഈ പറയുന്ന 1860 ആക്ട് അനുസരിച്ച്, സൊസൈറ്റി ആക്ട് അനുസരിച്ചിട്ടാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അവർക്ക് എന്തിന്റെ ആവശ്യത്തിനാണോ അത് കൊടുത്തിരിക്കുന്നത് ആ ആവശ്യം സബലീകരിച്ചാൽ മതി. ഇപ്പൊ MESന്റെ ആളുകൾ പോയിട്ട് അവർക്ക് വഖഫായി കിട്ടിയിരിക്കുന്ന പ്രോപ്പർട്ടി ഇത് ഞങ്ങളുടേതാണ്, ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നും പറഞ്ഞിട്ട് അവർ കോടതിയിൽ വ്യവഹാരം നടത്തേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ വിഷയം അതല്ല. ബോറയുടെയും അനഖാനയ്ക്കും ഒരു പ്രത്യേക പരിഗണന ഗവൺമെന്റ് JPC കൊടുത്ത് ഇത് നിയമത്തിൽ കൊണ്ടുവന്നത് 1860 സൊസൈറ്റി ആക്ടും പ്രകാരം ഏത് ട്രസ്റ്റുകൾക്ക് ഭൂമി കിട്ടിയാലും അതിന്റെ പരമാധികാരി ആ ട്രസ്റ്റ് ആയിരിക്കുമെന്ന് ആ നിയമത്തിൽ, ആ ബില്ലിൽ ഉണ്ട്. ഞാനത് വായിച്ചതാണ്. എൻ്റെ മുന്നിലിരിക്കുന്നത് 1962 35/62 കേസിന്റെ ആദ്യം കൊടുത്ത കേസ്. ഫറൂഖ് കോളേജ് ഇവിടുത്തെ ഉള്ള ആളുകളെ ഇഞ്ചക്ഷൻ സ്യൂട്ടിലൂടെ പുറത്താക്കണമെന്നും പറഞ്ഞ് കൊടുത്തതിൽ 1860 സൊസൈറ്റി ആക്ടും പ്രകാരം രൂപീകരിച്ചതാണ് 1948 ഫറൂഖ് കോളേജ് എന്ന് വ്യക്തമായി ഇതിൽ തന്നെ സൂചിപ്പിക്കുന്നു. കോടതി വ്യവഹാരങ്ങളിലൂടെ ഞങ്ങൾ 34 വർഷം പോയി കഴിഞ്ഞു. ഇനിയും എത്ര നാൾ ഞങ്ങൾ നീണ്ടുപോകണം? ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾക്കും ജീവിക്കണ്ടേ. ഞങ്ങൾ ഈ കോടതി വ്യവഹാരങ്ങളെല്ലാം നടത്തിയതിനു ശേഷം പറവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇത് അവിടുത്തെ താമസക്കാർക്ക് പണം കൊടുത്ത് വിറ്റോ എന്ന് ഫറൂഖ് കോളേജിനോട് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് പണം വാങ്ങിച്ച് ആ പണം TTC കോളേജ് 1992 അവിടെ നിർമ്മിച്ചു. എന്നിട്ടും പിന്നെയും ഞങ്ങളോട് കോടതി കയറി ഇറങ്ങിക്കോ, ഇനി നീണ്ട യുദ്ധങ്ങൾ നിയമവ്യവഹാരം നടത്തിക്കൂടെ എന്ന് പറയുന്നത് ഗഫൂർ സാർ എന്തുകൊണ്ടാണ്? ഒരു സംസ്കാരത്തെ തന്നെ, ഞങ്ങളുടെ ഈ സംസ്കാരത്തെ ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുന്നത്? അതല്ലേ ഇവിടുത്തെ കാതലായ വിഷയം. നിങ്ങൾ ഞങ്ങളോട് സഹകരിച്ച് ഇത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ തീർപ്പാക്കുക എന്നുള്ളതാണ് വേണ്ടത്. ആ നിയമത്തിൽ ആ സാധ്യത ഞങ്ങൾ കാണുന്നു. CBC ഇപ്പൊ ഞാൻ എത്രയും കൂടുതലായിട്ട് ഞാൻ പറയുന്നു, ഫാദർ ജോഷി മെയ്യാറ്റിലച്ചൻ, ഞങ്ങൾ ആദ്യം അദ്ദേഹത്തെ പോയി കണ്ടതാണ്. അതിലൂടെ ഈ പ്രശ്നത്തെക്കുറിച്ച് അതിസങ്കീർണമായ പഠനമാണ്, ഏറ്റവും ഗാഢമായ പഠനം അച്ഛൻ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ക്ലാസ്സുകൾ തന്നിട്ടുണ്ട്. ഇവിടത്തെ ഞങ്ങളുടെ ഇടവവികാരി ഫാദർ ആന്റണി സേവ്യർ തറയിൽ, അദ്ദേഹം വിദേശത്ത് പഠനം നടത്തിയിട്ടുണ്ട്. നല്ല പണ്ഡിതനാണ്, അറിവുള്ളതാണ്. ഇവരെല്ലാവരും പഠിച്ച് ഇതിനെപ്പറ്റി വിശദമായ ചർച്ചകൾ നടത്തി മെത്രാൻ സമിതിക്ക് ഇതിന്റെ രൂപരേഖ കൊടുത്തതിന് ശേഷമാണ് KCBC ഇതിനുമായിട്ട് സപ്പോർട്ട് വന്നിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം കേരളത്തിൽ ഉണ്ടാകാനുണ്ടായ അടിസ്ഥാന കാരണം ക്രൈസ്തവ സഭയാണ്. ആ സഭ പണ്ഡിതന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സഭയാണ്. ഒരു സുപ്രഭാതത്തിൽ അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഒന്നും അറിയാത്തതുപോലെയല്ല KCBC ആ നിലപാടെടുത്തിട്ടുള്ളത്. ഈ നിയമ ഭേദഗതിയിലൂടെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഈ പറയുന്ന 610 കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് മനസ്സിലാക്കിയതിന്റെ പേരിലാണ് ഈ MP-മാരോട് അവർക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് തള്ളിക്കളയാൻ പറ്റുന്നതല്ല. ഈ പറയുന്ന ബോറക്കും അനഖാനക്കും കിട്ടുന്ന ആ ട്രസ്റ്റ്
തന്നെയാണ് ഫറൂഖ് കോളേജിനുള്ള 1860 ട്രസ്റ്റ് ആക്ട് പ്രകാരം കിട്ടിയുള്ള 48 രൂപീകരിച്ചത്. അത് രൂപീകരിച്ചതിന്റെ പേരിൽ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഈ പ്രശ്നം ഇതിലൂടെ പരിഹരിക്കപ്പെടും. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടലാണ്. അതിന് KCBC ഇടപെട്ടിട്ടുണ്ട്. ഏറ്റവും അടുത്ത സന്ദർഭത്തിൽ SNDP ശക്തമായ നിലപാടുമായിട്ട് മുന്നോട്ട് വരുന്നു. അതേപോലെ തന്നെ ധീവര സമുദായം, ഇവിടുത്തെ ആളുകൾ, ഒത്തിരിയേറെ ആളുകളുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കപ്പെടണ്ടേ? ഞങ്ങൾക്ക് മോചനം ലഭിക്കണ്ടേ? ഞങ്ങൾ കോടതി കയറിയിറങ്ങി നടന്നാൽ മാത്രം മതിയോ? ഇനി റവന്യൂ വകുപ്പിൽ ഞങ്ങൾക്ക് ഒരു കാതലായ ഒരു പ്രശ്നമുള്ളത്, 1969 ഇവിടെ സർവേ നടത്തിയിട്ടുണ്ട്. 114 ഏക്കർ ഭൂമിയും 60 ഏക്കർ വെള്ളവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം 72 സർവേക്ക് 135 ഏക്കറായി. കാരണം കടൽ ഭിത്തി ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് സർവേ നടത്തുമ്പോൾ വീണ്ടും 10 ഏക്കർ കൂടി കൂടുതലുണ്ടായിരുന്നു. 135 10 ഏക്കറും കൂടി. പക്ഷേ റവന്യൂ വകുപ്പിലെ സർവേയിൽ പറയുന്നത് വഖഫ് ബോർഡ് എഴുതിയെടുത്തിരിക്കുന്നത് 396 ഏക്കറാണ്. അതായത് കടലിൽ കാണുന്ന ഭൂമി. അതിലും കൃത്യം പറയുന്നു, കടലെടുത്തു പോയിരിക്കുന്ന ഭൂമി ആകെ 8 ചില്ലാൻ ഏക്കർ ഭൂമിയാണെന്ന്. 404.76 ഭൂമിയുടെ സ്ഥാനത്ത് 396 ഏക്കർ ഇപ്പോൾ റവന്യൂവിന്റെ കണക്കനുസരിച്ച് ഇവിടെ ഉണ്ടെന്നാ പറയണത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നത്. അത് തെറ്റാണ്. ഇവിടെ ആകെ നിലവിലുള്ള ഭൂമി 135 ഏക്കറും പിന്നെ 1976 കൃത്യം പറയുന്നു ആ ജഡ്ജ്മെന്റ് 176 കുടുംബങ്ങളെ ഇവിടെ ഈ പ്രോപ്പർട്ടിയിൽ ഉണ്ടെന്ന് ഫറൂഖ് കോളേജ് കൊടുത്തതിന്റെ ഫലമായിട്ടാണ് അവർ 1987 ഇത് ഫറൂഖ് കോളേജിന്റെ ഭൂമിയാണെന്ന് കാണുന്നത്. അതിൽ പറയുന്നു 135 ഏക്കറും അത് കൂടാതെ 10 ഏക്കറും കൂടിയാണ് അവിടെ ഉള്ളതെന്ന്. പിന്നെ ഈ വസ്തുതയെല്ലാം ഇല്ലാതാക്കി 396 ഏക്കർ ഭൂമി വഖഫ് രജിസ്റ്ററിലേക്ക് എഴുതിയെടുത്തത് എന്തുകൊണ്ട്? അതിനൊരു മാറ്റം വരുത്തണ്ടേ? ശരി, ഞങ്ങൾക്കതാണ്, ഞങ്ങൾ റവന്യൂ വകുപ്പിൽ ഞങ്ങൾ വിശ്വാസമില്ല എന്ന് പറയുന്നതിന്റെ കാരണം. ശരി. അഡ്വക്കേറ്റ് ജയസൂര്യൻ, കേരളത്തിൽ ഇപ്പോൾ ഈ ക്രൈസ്തവ സഭയുമായി BJP അടുക്കാൻ നടത്തുന്ന നീക്കങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ BJP സർക്കാരിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെ ഈ വഖഫ് നിയമ ഭേദഗതിക്ക് അനുകൂലമായ തരത്തിൽ KCBC നടത്തിയ പ്രതികരണം, അത് കേരളത്തിൽ നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾക്ക് കിട്ടുന്ന ഒരു പിന്തുണയായി കാണുന്നുണ്ടോ? ഞങ്ങൾ അങ്ങനെ കാണുന്നില്ല. കാരണം ഇത് കേരളത്തിലെ ക്രൈസ്തവരെ BJPയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയല്ല ഈ വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്. ഇത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ഒരു നിയമമാണ്. അതിൽ കേരളമെന്ന് പറയുന്നത് ഭൂവിസ്തൃതിയുടെ 1% ജനസംഖ്യയുടെ 2.5% മാത്രമുള്ള ഒരു സ്ഥലമാണ്. അവിടെയുള്ള ക്രൈസ്തവരുടെ വോട്ട് BJPക്ക് കിട്ടുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടല്ല, കൃത്യമായിട്ട് ഞാൻ പറയാം, അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടിയല്ല ഈ വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്. ഇത് കാലാകാലങ്ങളായിട്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നിലനിൽക്കുന്നതായ ഒരു പ്രശ്നം എന്നേക്കുമായി പരിഹരിക്കുക എന്നുള്ള നിലയിലാണ് BJP ഈ വിഷയത്തെ കാണുന്നത്. ഇത് കേവലം ക്രൈസ്തവരുടെയോ മുസ്ലിങ്ങളുടെയോ ഹിന്ദുക്കളുടെയോ മാത്രം വിഷയമായിട്ടല്ല, ഈ രാജ്യത്തെ മുഴുവൻ പൗരജനങ്ങളും അവരേതു മതത്തിൽപ്പെട്ടാലും അവർക്കെല്ലാം ഒരുപോലെ ബാധകമായ ഒരു പ്രശ്നം എന്നുള്ള നിലയിൽ ഉയർന്നു വന്നപ്പോൾ ആ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് BJPക്ക് തോന്നി. ഇത് കോൺഗ്രസിനും നേരത്തെ തോന്നിയിട്ടുണ്ട്, പക്ഷെ നടപ്പാക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല. പക്ഷേ BJPക്ക് ആ ധൈര്യമുള്ളതുകൊണ്ട് BJP അത് നടപ്പാക്കുന്നു. ഏതായാലും ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ പ്രതിനിധികളും അതിനെ പിന്തുണയ്ക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇതാണ് KCBC ഇപ്പോൾ കേരളത്തിൽ ഉയർത്തി പറയുന്നത്. ഇക്കാര്യത്തിൽ കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വോട്ട് വാങ്ങിച്ച് MP ആയി പാർലമെൻറ്റിൽ പോയ 19 പേർ ഞങ്ങളെ അനുകൂലിക്കണം, ഈ കാര്യത്തിൽ സഹായിക്കണം എന്ന് KCBC പറയുമ്പോൾ ഇവിടെ KCBCയുടെ നേതൃത്വത്തിന് താഴെയുള്ള ക്രൈസ്തവ സമൂഹത്തിൻ്റെ വോട്ട് വാങ്ങിപ്പോയ 19 MPമാർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്ന വിഷയം. ബാക്കി എല്ലാ കാര്യത്തിലും ക്രൈസ്തവരുടെ എല്ലാ താല്പര്യങ്ങളും സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ വരുമ്പോൾ അവർ മുങ്ങുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇത്രയേ ഉള്ളൂ, ഇവിടെ പ്രിയങ്ക ഗാന്ധി അടക്കം കേരളത്തിലെ MP ആണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയോ അല്ലെങ്കിൽ UDFോ LDFോ എന്ന വ്യത്യാസമില്ലാതെ മുഴുവൻ MPമാർക്കും ഈ കാര്യത്തിൽ അവർക്ക് നീതിയുക്തവും ന്യായവുമായ നിലപാടെടുക്കാം. അവർക്കത് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ക്രൈസ്തവരെക്കാൾ വലിയ വോട്ട് ബാങ്ക് മുസ്ലിം ആയതുകൊണ്ട് ഇപ്പോൾ മുസ്ലിം താല്പര്യത്തിന് അനുകൂലമായി നിന്നില്ലെങ്കിൽ കേരളത്തിൽ അവരുടെ ഭരണത്തെ ബാധിക്കുമെന്നുള്ള ഭയമുള്ളത് കൊണ്ടാണ് കിടന്ന് വിഷമിക്കുന്നത്. അതുകൊണ്ട് മനസ്സുകൊണ്ട് ക്രൈസ്തവരോടൊപ്പമാണ് അല്ലെങ്കിൽ ബില്ലിനോടൊപ്പമാണ് നിയമത്തോടൊപ്പമാണ് എങ്കിലും
വോട്ട് കൊണ്ട് മുസ്ലിമിനോടൊപ്പം നിന്നില്ലെങ്കിൽ ഭാവിയില്ല എന്നുള്ള ഭയം കൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ ഈ നിലപാട് ഈ എംപിമാര് എടുക്കുന്നത്. ഇത് KCBC-ക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് KCBC പറഞ്ഞത് ഇപ്പോഴാണ് നിങ്ങളുടെ കൂറ് മനസ്സിലാക്കേണ്ടത് ഡോക്ടർ ഫസൽ ഗഫൂർ എന്നാണ് പറയാൻ. ഇന്ന് ഈ KCBC-യുടെ തീരുമാനം വന്നപ്പോൾ ആ തീരുമാനത്തെ സംസ്ഥാന BJP സ്വാഗതം ചെയ്യുകയും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഈ നിയമം ഏതെങ്കിലും ഒരു നിയമ ഭേദഗതി ഏതെങ്കിലും ഒരു മതത്തിനെതിരല്ല, ഭരണഘടനാ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നാണ്. BJP-യുടെ ഈ വാദത്തെ എങ്ങനെ കാണുന്നു? ഇപ്പോൾ ശ്രീ ജയസൂര്യൻ പറഞ്ഞ കാര്യങ്ങളെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഞാൻ അതിനോട് പൂർണ്ണമായിട്ടും വിയോജിക്കുകയാണ്. എന്താ കാര്യം എന്ന് പറയുമ്പോൾ, ഇന്ത്യയിലെ മൊത്തമായിട്ടുള്ള ക്ഷേത്രങ്ങളുടെയും ഗുരുദ്വാരകളുടെയും പള്ളികളുടെയും ഒക്കെ കൂടെ ഒരുമിച്ച് ഒരു ബില്ല് കൊണ്ടുവരുന്നത് അത് ഓക്കെയാണ്, അത് നമുക്ക് പഠിക്കാം, മനസ്സിലായില്ല. അതിൽ നീതിയുക്തമല്ലാത്ത കാര്യങ്ങളിനെ നമുക്ക് എടുത്തു കളയാം. ഇത് അതിന് പകരമായിട്ട് ഒരു സമുദായത്തിൻ്റെ മാത്രം എടുക്കുക, അതിൻ്റെ വിവാഹത്തിൻ്റെ വിഷയമായാലും അതിൻ്റെ മറ്റുള്ള പല വിഷയങ്ങൾ മറ്റേതിൻ്റെ വിഷയമായാലും സ്വത്ത് ഭാഗം ചെയ്യുന്ന വിഷയമായാലും ഇതേമാതിരിയുള്ള വഖഫ് വിഷയമായാലും അതെടുത്തിട്ട് അതിനെ മാത്രം, അതായത് ഒരു സമുദായത്തെ മാത്രം നന്നാക്കാൻ മാത്രം ഇറങ്ങി പുറപ്പെടുന്നത് എങ്ങനെ ശരിയാവും? എല്ലാ സമുദായങ്ങളിലും പ്രശ്നങ്ങളില്ലേ? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ക്രൈസ്തവ സമുദായങ്ങളുടെ ഇടയിൽ കടുത്ത അഭിപ്രായ വ്യത്യാസമില്ലേ? കത്തോലിക്ക സഭയിൽ കടുത്ത അഭിപ്രായ വ്യത്യാസമില്ലേ? അത് എങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് ആണ് പ്രാർത്ഥന നടത്തുന്നത് എന്നുവരെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാലാകാലമായിട്ട് നിന്ന് പ്രവർത്തനം നടത്തുന്നതല്ലേ? യാക്കോബൈറ്റ് സഭയും മറ്റേ ഓർത്തഡോക്സ് സഭയും നമ്മുടെ അഭിപ്രായ വ്യത്യാസമല്ലേ? അത് സുപ്രീം കോടതി കിടക്കയല്ലേ? അപ്പോൾ അങ്ങനെ എല്ലാ മതങ്ങളിലും ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം, പ്രത്യേകിച്ച് ഹൈന്ദവ മതത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതെല്ലാം കൂടെ എടുത്ത് നമുക്ക് ഒരുമിച്ച് ഒരു ചർച്ച ചെയ്ത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് എല്ലാം വിട്ടുവെച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യട്ടെ. അതിന് പകരമായിട്ട് നിരന്തരമായിട്ട്, ഇത് മാത്രമല്ല, നിരന്തരമായിട്ട് മുസ്ലിം സമുദായത്തിൻ്റെ കാര്യങ്ങളിൽ മാത്രം ഇടപെടുകയും, മനസ്സിലായില്ല, അതവിടെ ശരിയാക്കണം, ഇത് ശരിയാക്കി കൊടുക്കണം, അവിടെ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണം, മറ്റുള്ളവർക്ക് വേണ്ട യൂണിഫോം സിവിൽ കോഡ്, അല്ലെങ്കിൽ ഇതിങ്ങനെ അതിന് വിട്ടുവെച്ച ട്രൈബൽ ഗിരിവർഗ്ഗക്കാർക്കായിരുന്നു വിട്ടുവെച്ച് ചെയ്ത് കൊടുക്കുക യൂണിഫോം ട്രൈബൽ മറ്റേ ഇതിൽ കോഡിൽ, ഈവൻ ദോ അവർ ഹിന്ദുക്കളായിട്ട് തന്നെ അവരെ കണക്കാക്കിയിട്ടുള്ള, ഞാനിങ്ങനെ ദീർഘമായിട്ട് പ്രസംഗിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം വഖഫ് ബോർഡിൽ 100% കാര്യങ്ങൾ ശരിയാണെന്നോ, അല്ലെങ്കിൽ ഞാൻ വഖഫ് ബോർഡിൻ്റെ ഒരു വക്താവല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ തന്നെ അവിടെ പ്രതിയായിട്ടാണ് പോയിട്ടുള്ളതെന്ന്, അല്ലാതെ സാക്ഷിയായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് പോയിട്ടുള്ള ഒരാളല്ല. എല്ലാ മതങ്ങളിലുള്ളതായി തന്നെ അതിലൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്തേണ്ടത്, പക്ഷെ അത് മാറ്റം വരുത്തേണ്ടത് ആ സമുദായത്തോടു കൂടി ചർച്ച ചെയ്തിട്ട് അവരുടെ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള രീതിയിലായിരിക്കണം. അതിന് പകരമായിട്ട് പാർലമെൻറ്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് അതും ആ ഭൂരിപക്ഷത്തിന് ഹേതുവായിട്ട് നിൽക്കുന്ന പാർട്ടികൾ അവരതിന് എതിർപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും എതിർപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. TDP-യും JDU-യും രാംവിലാസ് പാസ്വാന്റെ പാർട്ടികൾ, പാസ്വാന്റെ മകനാണുള്ള നേതാവ് LJP. അപ്പോൾ അവരൊക്കെ എതിർത്ത് പറയാൻ ചെയ്യുമ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ മേളിൽ കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇത് അടിച്ചേൽപ്പിക്കുന്നതിനാണ് ഞങ്ങൾക്ക് എതിർപ്പുള്ളത്. അല്ലാതെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഇപ്പുറത്തെ ഭാഗത്ത് ഞങ്ങളുടെ ഭാഗത്തെല്ലാം ശരിയാണെന്നുള്ള വാദിക്കാനൊന്നും ഞാൻ തയ്യാറില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞ വഖഫ് കേസുകൾ ഞങ്ങൾ തന്നെ പോരാടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ആ നിലക്ക് ഇനി ഇതൊരു വ്യക്തിയാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് വളർച്ച ഉണ്ടാവും ചിലപ്പോൾ, അതിന് കാര്യം എപ്പോഴും ഒരു ഇൻകംബൻസി എന്ന് പറഞ്ഞിട്ടൊരു കാര്യം നടക്കുന്നുണ്ട്. അപ്പോൾ ഡബിൾ ഇൻകംബൻസി ഒക്കെ വരുമ്പോൾ അതിനൊരു മെച്ചം കിട്ടും അതിൻ്റെ. അതല്ലാതെ കേരളത്തിലെ ക്രൈസ്തവരെല്ലാവരും മത സംഘടനകൾ പറയുന്നതാണ്, അല്ലെങ്കിൽ SNDP യോഗം പറയുന്നതാണ്, NSS പറയുന്നതാണ്, സമസ്ത പറയുന്നതാണ്, അതിനനുസരിച്ചിട്ടാണ് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ യുവതലമുറയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അവർക്ക് രാഷ്ട്രീയ ബോധമില്ല, അവർ ജാതി ശക്തികളുടെ കീഴ്പ്പെട്ട് വളർന്നവരാണ്, അവർ അടിമകളാണ് എന്ന രീതിയിൽ സംസാരിക്കുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ കുഞ്ഞാടുകളാണെന്ന് വിചാരിച്ച് സംസാരിക്കുന്നതാണ്. അതല്ലെങ്കിൽ അവർ പറയുന്ന എടുക്കുന്ന ഫത്തുകൾ വിഴുങ്ങുന്ന ആൾക്കാരാണെന്ന് എന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. ചെറുതായിട്ടൊരു വോട്ട് ബാങ്ക് ഉണ്ടോ? ഇനി ഒരു കാര്യം, ചെറിയ പൊളിറ്റിക്സും കൂടെ പറയാം. ഇതിൽ കൂടുതൽ പരിക്കൊറ്റാൻ സാധ്യത കോൺഗ്രസ് പാർട്ടിക്കാണ്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോൺഗ്രസ് പാർട്ടിയിൽ കേരള കോൺഗ്രസിനും പരിക്കുപറ്റും. കാരണം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അപ്പുറത്ത് നിൽക്കുകയല്ലേ. അവരിപ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ അവരിപ്പോൾ ഒരു പ്രഷർ അവരുടെ മുകളിൽ സഭയ്ക്ക് അവരുടെ മുകളിലൊക്കെ പ്രഷർ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞങ്ങളുടെ മാതിരി ഒന്നുമല്ല, ഞങ്ങളുടെ സ്വത്തുക്കളും കാര്യങ്ങളൊന്നും ഈ മതസംഘടനകളുടെ കയ്യിൽ ഇരിക്കുന്നില്ല, മനസ്സിലായില്ലേ? അതൊക്കെ വെവ്വേറെയായിട്ട് കിടക്കുന്നത്. ഉദാഹരണം ഞങ്ങൾ സാമുദായിക സംഘടന ഞങ്ങളുടെ അടുത്താണല്ലോ കൂടുതൽ സ്വത്ത് ഇരിക്കുന്നത്. അപ്പോൾ അതല്ല, ഇത് തിരിച്ചെന്താ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരള കോൺഗ്രസുമായിട്ട് പാർട്ടികളും അതിൻ്റെ MPമാർക്കും അവരുടെ മുകളിലൊക്കെ പ്രഷർ, അതാണല്ലോ ഡീൻ കുര്യാക്കോസിൻ്റെ മുകളിൽ ചെറിയ തോതിൽ പ്രഷർ വന്നിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്, മനസ്സിലായില്ലേ? കാരണം ഇടുക്കിയിലെ MP ആണല്ലോ അദ്ദേഹം. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അവിടുത്തെ പ്രഷർ അവിടെ വരും, മനസ്സിലായില്ലേ? അപ്പോൾ പ്രഷർ ഉണ്ടാവും. പക്ഷേ അതുമാതിരി സഭ പല കാര്യങ്ങളും ഇടപെടാറുണ്ട്, NSS പല കാര്യങ്ങളും ഇടപെടാറുണ്ട്. അതൊക്കെ പോയി പരിഹരിക്കുകയാണ് ചെയ്യാറ്. ഇപ്പോൾ ഞങ്ങളും തന്നെ സർക്കാരായിട്ട് ഏറ്റുമുട്ടിയിട്ടില്ലേ, പലതവണ ഞങ്ങൾ സർക്കാരായിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ പ്രശ്നത്തിന് അതിന് ഭയങ്കരമായിട്ട് കേരളത്തിലൊരു വോട്ട് ബാങ്കിൽ അടച്ചിൽ വരുന്നത് വിചാരിക്കേണ്ട. ഇനി അങ്ങനെ വോട്ട് ബാങ്കിൽ അടച്ചിൽ വന്നാൽ നമ്മൾ ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിക്കുക,
ഈ വോട്ട് ബാങ്ക് അങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ UDF കൂടുതൽ പരിക്ക് പറ്റുന്നത്. അത് LDF താൽക്കാലികമായിട്ടെങ്കിലും ഒരു ഗുണം ചെയ്യും. ഏതായാലും താങ്കൾ പറഞ്ഞതുപോലെ കേരളത്തിലെ വോട്ട് ബാങ്കിനെ ഒക്കെ സ്വാധീനിക്കാൻ തരത്തിൽ KCBCയുടെ ഈ ആഹ്വാനവും അഭ്യർത്ഥനയും മാറുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തന്നെ വേണം. പക്ഷേ അതിന്റെ പരിഹാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വഖഫ് നിയമ ഭേദഗതിയെ പൂർണ്ണമായി അംഗീകരിക്കുകയാണോ എന്നത് കേരളത്തിൽ സ്വാഭാവികമായും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടവെക്കും. അതിന് തുടക്കമിട്ടിരിക്കുന്നു KCBC. MP-മാർ അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചതിലൂടെ. ഇനി വരും ദിവസങ്ങൾ ഒരുപക്ഷേ ഈ വിഷയത്തിൽ ചർച്ചകളിലേക്ക് നയിച്ചേക്കാം. എൻകൗണ്ടർ പ്രൈം എന്നിവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.